السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. الله سبحانه وتعالى നമ്മുടെ മഹത്തായ മജ്ലിസ് നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഹബീബുന വ സയ്യിദുന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് നമ്മുടെ മഹത്തായ മജ്ലിസിന്റെ സവാബ് അല്ലാഹു എത്തിച്ചു കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇലാ ഹദറത്തി റൂഹി നബിയിനാ വ സയ്യിദുനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وإلى حضرات أهل الخير والصلاح كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. نعمة الله المجيبة كل دعوة لنا لا لنا بل سواه إنه بار العلي ربنا صلى وسلم كل حالات لنا أحمد الهادي وآله والصحابي والوالي قد رجونا نصر والفتوح في مولنا سيما في
أمرنا بجائكو مادا وروالی لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله دعمو تدكوتيدو إبليس كوزينه കാട്ടിടോ നേരംലീനവ നാട്ടുവാൻ നബി തങ്ങളാ തുണ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ إلا الله لا إله إلا الله محمد رسول الله وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. എല്ലാ മുഅ്മിനീങ്ങളും ഈ മഹത്തായ മജ്ലിസ് ശിഫയിൽ സംഗമിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളും ബിൽക്കീസ് അസൈനാർ എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. എല്ലാവരും നമ്മുടെ മഹത്തായ മജ്ലിസ് ഒന്ന് ലൈക്കടിക്കുകയും ഈ മഹത്തായ മജ്ലിസ് ഈ മജ്ലിസിൽ തുടക്കത്തിൽ പങ്കെടുക്കുന്ന ഈ മഹത്തായ മജ്ലിസിന്റെ അടിത്തറയാകുന്ന ഈ മഹത്തായ മജ്ലിസിന്റെ അടിത്തറയാകുന്ന നിങ്ങൾ ഈ മഹത്തായ മജ്ലിസിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ മജ്ലിസിന്റെ തുടക്കത്തിൽ സംഗമിക്കുന്ന നിങ്ങളാണ് ഈ മഹത്തായ മജ്ലിസിന്റെ അടിത്തറ. കഴിയുന്ന ആളുകൾ എല്ലാവരും ഈ മഹത്തായ മജ്ലിസിന്റെ അടിത്തറയാകുന്ന നിങ്ങൾ എല്ലാവരും ഈ മഹത്തായ മജ്ലിസ് ഒന്ന് ഫോർവേഡ് ചെയ്യുകയും നിങ്ങൾ സ്വന്തം സ്റ്റാറ്റസ് ഒക്കെ വെക്കുകയും ചെയ്യുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഖൈർ അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവരും ലൈക്കടിക്കുകയും എന്നാൽ ധാരാളം ആളുകൾ നമ്മുടെ മഹത്തായ മജ്ലിസിലേക്ക് എത്തിപ്പെടാൻ കഴിയും. ഉസ്താദേ ലൈല മുഹമ്മദ് ഉസ്താദേ, ഞങ്ങൾക്കൊരു ഉംറക്ക് പോകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. അല്ലാഹു ജല്ല ജലാലുഹു ആ കുടുംബത്തിനും ഈ മഹത്തായ മജ്ലിസ് ശിഫ കേൾക്കുന്ന എല്ലാവരുടെയും കുടുംബങ്ങൾക്കും ഉംറ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉസ്താദേ ക്യാൻസർ ആണ്, ദുആ ചെയ്യണം, അല്ലാഹു ശിഫ കൊടുക്കട്ടെ. ക്യാൻസറും പ്രഷറും പ്രമേഹം ഷുഗറും അറ്റാക്കി ക്യാൻസർ മുഴുവനോ ശിഫ തന്നെ ദീർഘായുസ്സിനോ ബദരീങ്ങളാത്തുണ റബ്ബന ഒന്ന് ചൊല്ലിക്കോ. പ്രഷറും പ്രമേഹം ഷുഗറും അറ്റാക്കി ക്യാൻസർ മുഴുവനോ ശിഫ തന്നെ ദീർഘായുസ്സിനും ബദരീങ്ങളാത്തുണ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രഷറും പ്രമേഹം ഷുഗറും അറ്റാക്കി ക്യാൻസർ മുഴുവനോ ശിഫ തന്നെ ദീർഘായുസ്സിനോ നബി തങ്ങളാത്തുണ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു
لا إله إلا الله لا إله إلا الله محمد رسول الله അല്ലാഹുവേ ഞങ്ങളുടെ മഹത്തായ മജ്‌ലിസ് ശിഫയിൽ സംഗമിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളുടെയും ദാമ്പത്തിക ജീവിതത്തിൽ നീ വലിയ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ഭാര്യമാരെയും ഭർത്താവിനെയും എല്ലാം നീ നന്നാക്കണേ അല്ലാഹ്. എല്ലാവരുടെയും സ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാഹ്. നീ റാഹത്ത് നൽകണേ അല്ലാഹ്. ക്ഷീണങ്ങളെ നീ മാറ്റി തരണേ അല്ലാഹ്. എല്ലാ മുഅ്മിനീങ്ങളും നമ്മുടെ മഹത്തായ മജ്‌ലിസ് ഒന്ന് ഫോർവേഡ് ചെയ്യും. എല്ലാവരും ഒന്ന് ഫോർവേഡ് ചെയ്യും. എല്ലാവരും ഒന്ന് ഫോർവേഡ് ചെയ്യും. എല്ലാവരും അൽഹംദുലില്ലാഹ് എന്ന് പറ. ഈ മഹത്തായ മജ്‌ലിസ് ശിഫ കേൾക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളും ഒന്ന് അൽഹംദുലില്ലാഹ് പറ. എല്ലാവരും അൽഹംദുലില്ലാഹ് പറ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم اوصل وبلغ مثل ثواب ما قرأناه من القرآن الكريم هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة روح نبينا ومنجينا وهادينا ووسيلتنا في الدارين محمد صلى الله عليه وسلم اللهم ارزقنا في الدنيا زيارته مرارا وفي الآخرة شفاعته وفي المنام واليقظة رؤيته وفي القلب محبته ولا تهرمنا رؤيته وأوردنا حول الورود واحشرنا غدا تحت لوائه المعقود ثم إلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والصديقين وأهل الخير والصلاح كلهم أجمعين أرحم الراحمين يا الملك الملوك يا രാജാതിരാജനായ അല്ലാഹ് ഞങ്ങളുടെ മജ്‌ലിസിനെ കബൂലാക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മുഴുവൻ അമ്പിയാക്കളെ ഔലിയാക്കളെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടോ വിവിധങ്ങളായ പള്ളിപ്പറമ്പിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു അവരുടെ എല്ലാവരുടെയും ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മജ്‌ലിസിൽ സംഗമിക്കുന്ന ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയോ അവരുടെ ഖബറിലേക്ക് ഇതിന്റെ സവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഖബർ സന്തോഷം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ വീട് പണി തുടങ്ങിയവരുണ്ട് അല്ലാഹുവേ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. കടങ്ങളുള്ളവരുണ്ട് റബ്ബേ കടങ്ങൾ വീട്ടാനുള്ള ഖൈറായ മാർഗങ്ങൾ തുറക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാവിന്റെയും പിതാവിന്റെയും രോഗങ്ങൾ ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാവിന്റെയും പിതാവിന്റെയും രോഗങ്ങളിനെ ശിഫതാ അല്ലാഹ്. അല്ലാഹുവേ എല്ലാ സിഹറുകളും കണ്ണീറുകളും നീ ബാത്തിലാക്കണേ അല്ലാഹ്. സിഹറുകൾ ബാത്തിലാക്കണേ അല്ലാഹ്.
കണ്ണേറ് നീ ബാത്തിലാക്കണേ അല്ലാ. ഹാസിദീങ്ങളുടെ ഹസദുകളിൽ നിന്നും ളാലിമീങ്ങളുടെ ദുൽമിൽ നിന്നോ ഫത്താനികളുടെ ഫിത്നകളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ രക്ഷപ്പെടുത്തി തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ടത് വേണ്ടപ്പോൾ നീ തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ കടക്കണിയിലാക്കല്ലേ അല്ലാ. രോഗങ്ങളെ കൊണ്ട് ഞങ്ങളെ വിഷമിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ ക്യാൻസർ നൽകല്ലേ അല്ലാ. ട്യൂമർ നൽകല്ലേ അല്ലാ. അൾസർ നൽകല്ലേ അല്ലാ. ജനങ്ങൾ അറുക്കുന്ന രോഗങ്ങളിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ റഹ്മാനേ. അല്ലാഹുവേ ക്യാൻസർ രോഗികൾ ഈ മജ്‌ലിസിലുണ്ട് അല്ലാ. അല്ലാഹുവേ ക്യാൻസർ രോഗികൾ ഈ മജ്‌ലിസിലുണ്ട് റബ്ബേ. അല്ലാഹുവേ ക്യാൻസർ കൊടുത്ത റബ്ബേ നീയാണല്ലോ. രോഗം നൽകുന്നവൻ നീയാണല്ലോ. നീ ഞങ്ങളോട് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ രോഗം നൽകുന്നത് നീയാണെന്ന്. നീ അവരുടെയും ഞങ്ങളുടെയും സർവ്വരോഗങ്ങളും നീ ഞങ്ങൾക്ക് ശിഫ തരണേ അല്ലാ. ശിഫ തരണേ റഹ്മാനേ. ശിഫ തന്നി ദീർഘ ഇസിനും വദിരിങ്ങളാ തുണ റബ്ബനാ. എല്ലാ ബലാവും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദിരിങ്ങളാൽ ബർക്കത്തിനാ ശിഫയാക്കണം യാ റബ്ബനാ. ചൊല്ലിക്കോ ലാ ഇലാഹ. എല്ലാവരും ചൊല്ലിക്കോ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ബലാവും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തോ ബദിരിങ്ങളാ ബർക്കത്തിനാ ശിഫയാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ബലാവും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തോ ബദിരിങ്ങളാൽ ബർക്കത്തിനാൽ എമ്മെ കാക്കണം യാ റബ്ബനാ. ദാഹമൗതദ് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടോ നേരം ലഈനവ നാട്ടുവാ നബി തങ്ങളാ തുണ റബ്ബനാ. അല്ലാഹുവേ ഞങ്ങളുടെ രോഗങ്ങളോ ഞങ്ങളുടെ മാതാപിതാക്കളുടെ രോഗങ്ങളും അല്ലാഹുവേ നീ ശിഫ തരണേ റബ്ബേ. അല്ലാഹുവേ നീ അവരെ മാനം കെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ അവരെ മാനം കെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ അവർക്ക് പേര് ദോഷം നൽകുന്ന രോഗങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അവർക്കോ ഞങ്ങൾക്കോ നീ നൽകല്ലേ റഹ്മാനേ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെല്ലാവരും മദീന കാണാൻ കൊതിക്കുന്നവരാണ്. ഈ മഹത്തായ മജ്‌ലിസ് ശിഫ കേൾക്കുന്ന എല്ലാ ഉമ്മമാരും ഉപ്പമാരും എനിക്ക് മദീനയിലെത്താൻ കൊതിക്കുന്നവരാ. അല്ലാഹുവിന്റെ ഹബീബിനൊന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. മദീന കാണാൻ കൊതിക്കാത്തവരില്ലല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് അന്ത്യവിശ്രമം കൊള്ളുന്ന മദീന എന്ന് പറയുന്ന പുണ്യ കേന്ദ്രമുണ്ടല്ലോ. ഭൂമി ലോകത്ത് അല്ലാഹു സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും മനോഹരം ഇംഗ്ലണ്ടല്ല, ബോംബെ അല്ല, അമേരിക്ക അല്ല, ഫലസ്തീനല്ല, ലബനാൻ
കനാനല്ല, ഇസ്രായേലല്ല. അല്ലാഹു ഭൂമി ലോകത്ത് ഏറ്റവും സൃഷ്ടിച്ചതിൽ ഏറ്റവും പുണ്യമായ മഹത്തമായ സ്ഥലം എന്നുള്ളത് അല്ലാഹുവിന്റെ ഹബീബ് അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യഭൂമിയാണ്. അത് മദീനയാ. അല്ലാഹുവേ, ആ പുണ്യ മദീനയിലെത്താൻ, ആ പുണ്യ മദീനയിലെത്താൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ്. ഫലസ്തീനിക്ക് ബഹുമാനമുണ്ട്. ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിനിക്ക് ബഹുമാനമുണ്ട്. ആ രാജ്യത്ത് അമ്പിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ധാരാളം അമ്പിയാക്കളുള്ള രാജ്യമാണ് ഫലസ്തീന്. ഇസ്രായേൽ എന്ന് പറയുന്ന സ്ഥലത്തും പ്രവാചകന്മാര് അല്ലാഹു നിയോഗിച്ചിട്ടുണ്ട്. അല്ലാഹു ജല്ല ജലാലുഹു പാവപ്പെട്ട ഫലസ്തീനിലുള്ള ജനതക്കോ മുസ്ലിമീങ്ങൾക്കും നീ ഖൈറ് കൊടുക്കണേ, നീ സന്തോഷം നൽകണേ അല്ലാഹ്. അവരുടെ നാടവർക്ക് നീ സ്ഥിരപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഐക്യം നൽകിയിട്ടും യുദ്ധം നിർത്തിയിട്ടും ഫലസ്തീനിന്റെ മക്കള് വലിയ പ്രയാസത്തിലാണ്. യുദ്ധം നിർത്തിയിട്ടും അവിടെ സമാധാനം കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് പോലും ഇപ്പോഴും അവിടെ പൊട്ടലുണ്ട്, ചീറ്റലുണ്ട്, അവിടെ അക്രമമുണ്ട്, വെടിവെച്ചയുണ്ട്, അവിടെ ഇപ്പോഴും ബോംബ് വർഷിക്കുന്നുണ്ട്. അവിടെ ഇപ്പോഴും സമാധാനത്തിന്റെ അന്തരീക്ഷം അപ്പുറത്താണ്. ഇപ്പോഴും സമാധാനത്തിന്റെ അന്തരീക്ഷം ഇപ്പോഴും ദൂരെയാണ്. അല്ലാഹ്, നിനക്കറിയാമല്ലോ അല്ലാഹ്, സമാധാനത്തിന്റെ അന്തരീക്ഷം ആ നാട്ടിൽ നീ നിലനിർത്തണേ അല്ലാഹ്, ആ നാട്ടിൽ നീ നൽകണേ അല്ലാഹ്. വെടിയുച്ചകൾ കേൾക്കാത്ത ഗസ, ബോംബ് വർഷങ്ങൾ കേൾക്കാത്ത ഗസ, അല്ലാഹുവേ, കുട്ടികളുടെ കരച്ചിൽ കേൾക്കാത്ത ഗസ, അല്ലാഹുവേ, അല്ലാഹുമ്മ അൻസുറിൽ മുസ്ലിമീനൽ മുസ്തലഅഫീന ഫീ ഗാസ, അല്ലാഹുമ്മ അൻസുറിൽ മുസ്ലിമീനൽ മുസ്തലഅഫീന മിനൽ ഗാസ, അല്ലാഹുമ്മ അൻസുറിൽ മുസ്ലിമീന ഫീ കുല്ലി മകാൻ യാ അക്രമൽ അക്രമീൻ. അല്ലാഹു ജല്ല ജലാലുഹു, അവിടെ നീ വലിയ സമാധാനത്തിന്റെ, വലിയ ഐക്യത്തിന്റെ അന്തരീക്ഷം നീ നിലനിർത്തണേ അല്ലാഹുവേ. മരിക്കുന്നതിന്റെ മുമ്പ്, അല്ലാഹുവേ, മരിക്കുന്നതിന്റെ മുമ്പ് ഞങ്ങൾക്ക് ഒരു ഉംറ ചെയ്യണം, ഒരു ഹജ്ജ് ചെയ്യണോ, ഒരു ഉംറ ചെയ്യണം, ഒരു ഹജ്ജ് ചെയ്യണോ. നീ തൗഫീഖ് താ അല്ലാഹുവേ. മരിക്കുന്നതിന്റെ മുമ്പ് ഹജ്ജും ഉംറയും, മരിക്കുന്നതിന്റെ മുമ്പ് ഹജ്ജും ഉംറയും ചെയ്യാ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. എല്ലാവരും ആമീൻ പറഞ്ഞോ. അല്ലാഹുവേ, മരിക്കുന്നതിന്റെ മുമ്പ് ഹജ്ജും ഉംറയും, മരിക്കുന്നതിന്റെ മുമ്പ് ഹജ്ജും ഉംറയും ചെയ്യാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ദാഹമൗതദ് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടോ, നരം ലഈനവ നാട്ടുവാൻ നബി തങ്ങളാത്തുന റബ്ബന. അല്ലാഹുവേ, ഞങ്ങൾക്ക് സമാധാനം, ഞങ്ങൾക്ക് സമാധാനം എപ്പോഴും നീ നൽകണയല്ല. ഭാര്യമാരെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഭർത്താവ്, ഭർത്താവിനെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഭാര്യ, അല്ലാഹുവേ, അന്യപുരുഷനോട് ബന്ധമുള്ള ഭാര്യ, അന്യ സ്ത്രീകളോട് ബന്ധമുള്ള ഭർത്താവ്, അല്ലാഹുവേ, ഞങ്ങളുടെ ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും ഇസ്ലാമിക നിയമത്തോടുകൂടെ സ്വന്തം ഭാര്യയെ സ്നേഹിക്കാനും അവരെ ചിരിപ്പിക്കാനും അവരോട് കിന്നാരങ്ങൾ പറയാനും അവരോട് കൂടുതൽ സമയം ചെലവഴിക്കാനും നീ തൗഫീഖ് നൽകണേ അല്ലാഹുവേ. അന്യ പെണ്ണുങ്ങളോട് ഫോൺ വിളിക്കാനും അവരോട് സംസാരിക്കാനും അവരോട് ചിരിക്കാനും ഉല്ലാസിക്കാനും സമയം കണ്ടെത്തുന്ന ഭർത്താക്കന്മാരില്ലെന്ന് അല്ലാഹുവേ, നീ ഞങ്ങളെ ഭർത്താക്കന്മാരെ
നീ കാക്കണേ അല്ലാ. സ്നേഹം പരസ്പരം നീ നൽകണേ അല്ലാ. ربنا ظلمنا أنفسنا ربنا ظلمنا أنفسنا ربنا ظلمنا أنفسنا وإن لم تغفر لنا لنكونن من الخاسرين آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. الله جل جلاله നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു വലിയ ബറക്കത്ത് തരട്ടെ. ഒരു ഉമ്മ ഈ മഹത്തായ മജ്‌ലിസിന്റെ തുടക്കത്തിൽ ഒരു കമന്റ് നിങ്ങളെല്ലാവരും ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാകും. ഉസ്താദെ പ്രത്യേകം ദുആ ചെയ്യണം. എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ അവിഹിതം അഥവാ സ്വന്തം ഭാര്യയെ സ്നേഹിക്കാതെ മറ്റുള്ളവരോട് കിന്നരിക്കുന്ന സ്വഭാവം അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തിയ ഉമ്മ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഭാര്യമാരെയും നമ്മുടെ ഭർത്താക്കന്മാരെയും എല്ലാവരെയും അല്ലാഹു നന്നാക്കി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ മഹത്തായ മജ്‌ലിസ് ശിഫ കേൾക്കുന്ന എല്ലാ ഉമ്മമാരും നമ്മുടെ മഹത്തായ മജ്‌ലിസ് ഒന്ന് ലൈക്കടിക്ക്. ഇൻഷാ അല്ലാഹ് കഴിയുന്ന ആളുകളൊക്കെ ഒന്ന് ലൈക്കടിക്ക്. എല്ലാവരും ഒരു ഫോർവേഡ് ചെയ്യും. എല്ലാവരും ഈ മഹത്തായ മജ്‌ലിസ് ശിഫ കേൾക്കുന്ന എല്ലാ ഉമ്മമാരും ഉപ്പമാരും നമ്മളെ കൊണ്ട് കഴിയുന്ന ആളുകളിലേക്കൊന്ന് ഫോർവേഡ് ചെയ്യണം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം സ്നേഹിക്കാൻ അള്ളാഹുവിന്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ചെയ്യണം. ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതാണെങ്കിലും അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ, ഏറ്റവും വലിയ ഇൽമി എന്നുള്ളത് സാന്ദർഭികമായ അറിവ് കൊടുക്കലാണ് എന്നതാണ്. സാന്ദർഭികമായി സന്ദർഭത്തിന് യോജിച്ചതായ ഇൽമുകൾ കൊടുക്കലാണ് ഏറ്റവും വലിയ ഇൽമി എന്നുള്ളത്. ഈ മഹത്തായ മജ്‌ലിസിന്റെ തുടക്കത്തിൽ ഞാൻ കണ്ട ആ കമന്റിനെ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളും ഞാനും നമ്മളെല്ലാവരും സ്വന്തം ഭാര്യയാകട്ടെ സ്വന്തം ഭർത്താവാകട്ടെ അവരെ പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത് വലിയ ഒരു കടമയാണ്. ഉസവ്വിജുക അലാ മാ അമറല്ലാഹു ബിഹി മിൻ അംരിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഭാര്യയുടെ ഉപ്പ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മകളെ വിവാഹം ചെയ്തു തന്നു. അങ്ങോട്ട് നോക്ക്. ഉസവ്വിജുക അലാ മാ അമറല്ലാഹു ബിഹി മിൻ അംരിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും നമ്മുടെ ഭാര്യയുടെ ഉപ്പ എനിക്കും നിങ്ങൾക്കും വിവാഹം ചെയ്തു തന്നത് അല്ലേ?
ആണുങ്ങൾക്ക് ആ പദം ഓർമ്മയുണ്ടാകും. നിക്കാഹിന്റെ സമയത്ത് തുടക്കത്തിൽ അത് പറയും, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട പള്ളിയിലെ ഉസ്താദും ഈ വരനായി വരുന്ന അദ്ദേഹം വധുവിന്റെ പ്രിയപ്പെട്ട ഉപ്പയും പരസ്പരം കൈപിടിച്ചുകൊണ്ട് ആ കൈയിന്റെ മേലെ ആ കൈയിന്റെ മേലെ പ്രിയപ്പെട്ട പള്ളിയിലെ ഉസ്താദിന്റെ കൈയും അതിന്റെ മേലെ വെക്കും. അങ്ങനെയല്ലേ ഉള്ളത്? അങ്ങനെയല്ലേ നിങ്ങളെ നാട്ടിലൊക്കെ നടക്കാറുള്ള കൈ പിടിക്കൽ? നിക്കാഹിന്റെ സമയത്ത് അങ്ങനെ കൈ പിടിച്ചു കൊടുത്ത് അത് വലിയ ഒരു ഇടപാടാണ്. അതുകൊണ്ട് തന്നെ കൈ പിടിച്ചിട്ടാണ് കൊടുക്കാറുള്ളത്. അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ കണ്ടത്? എല്ലാം അങ്ങനെയല്ലേ കണ്ടത്? കൈ പിടിച്ചിട്ടില്ലെങ്കിലും നിക്കാഹ് സഹിയാകൂല എന്നൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ എന്താ മിണ്ടാതിരിക്കുന്നേ? നിങ്ങളും കണ്ടില്ല ഉമ്മ അങ്ങനെ കൊടുക്കുന്നേ? അതിന്റെ തുടക്കത്തിൽ ബിസ്മിയും ഹംദും സ്വലാത്തും എല്ലാം ചൊല്ലിയതിന് ശേഷം എന്താ അവിടുന്ന് പറയുന്നത്? എന്റെ മകളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരുന്നത് അല്ലാഹു എന്നോട് അതുകൊണ്ട് കൽപ്പിച്ചത് കൊണ്ടാണ് ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തരുന്നത്. അല്ലാഹു ജല്ല ജലാലുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് കൽപ്പിച്ച പ്രകാരമാണ് എന്റെ പ്രിയപ്പെട്ട അരുമ മോളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരുന്നത്. അതുകൊണ്ട് തന്നെ അവളെ നല്ല രീതിയിൽ നീ വളർത്തണം, അവരെ പരിഗണിക്കണം, അവരെ സ്നേഹിക്കണം, അവരോട് നന്മ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ്. അല്ലാതെ ഒരു പെണ്ണിനെയും എനിക്കും നിങ്ങൾക്കും ഒരാളും വിവാഹം ചെയ്തു തരുന്നില്ല. അല്ലാഹു ജല്ല ജലാലുഹു എന്നോട് കൽപ്പിച്ച പ്രകാരമാണ് നിനക്ക് ഞാൻ എന്റെ മോളെ വിവാഹം ചെയ്തു തരുന്നത്. അതുകൊണ്ട് നല്ലത് അവരോട് ചെയ്യാവൂ, അല്ല കൽപ്പിച്ചതേ ചെയ്യാവൂ, അവരെ വേദനിപ്പിക്കരുത്, അവരെ വിഷമിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിയപ്പെട്ട നമ്മളുടെ ഉമ്മമാരെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ നിങ്ങളുടെ വരനായി വരുന്ന നിങ്ങളുടെ പുതിയാപ്പളുടെ കയ്യിൽ നിങ്ങളെ വെച്ചു കൊടുക്കുന്നത് വലിയ ഒരു ഇടപാടുകളിൽ വെച്ച് ഏറ്റവും വലിയ ഇടപാട്. ആ ഇടപാട് വെച്ചു കൊടുക്കുന്നത് ചില്ലറ കാര്യമല്ല. അതുകൊണ്ട് തന്നെ 2 സാക്ഷികൾ അതിന് നിർബന്ധമാണ്. വലിയ ഇടപാടാണ്, അതിന് 2 സാക്ഷികൾ നിർബന്ധമാണ്. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, ഈ മജ്‌ലിസ് കേൾക്കുന്ന ഉപ്പമാരോട് വിനയപൂർവം നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മോശനാകുന്ന നിങ്ങളുടെ ഭാര്യയുടെ പ്രിയപ്പെട്ട ഉപ്പ, അത് നിങ്ങളുടെയും ഉപ്പയാ. ആ ഉപ്പ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയെ നിങ്ങളെ ഏൽപ്പിച്ചു തന്നപ്പോൾ അല്ലാഹു തആല കൽപ്പിച്ചതായ രീതിയിൽ നോക്കാനാണ്. അതുകൊണ്ട് തന്നെ അല്ല കൽപ്പിച്ചതാണ്, പെണ്ണുങ്ങളെ കരയിപ്പിക്കരുത്, അവരെ വിഷമിപ്പിക്കരുത്, ഹറാമായ രീതിയിൽ നിങ്ങൾ നടക്കരുത്, നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കണേ, അവരെ കണ്ണിൽ നിന്ന് കണ്ണിനീര് വരുത്തുന്ന ഒരു വാക്കോ പ്രവർത്തനങ്ങളോ അല്ലാഹു തആലയുടെ ദീൻ ഇഷ്ടപ്പെടുന്നാടാത്ത, അല്ലാഹുവിന്റെ ദീൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും നിങ്ങളുടെ വക്കൽ നിന്നും ഉണ്ടാകരുത്. അല്ലാഹുവേ, ഞങ്ങളുടെ ദാമ്പത്തിക ജീവിതം നീ നന്നാക്കണേ അല്ലാ, നീ നന്നാക്കണേ അല്ലാ. ഉസ്താദേ, പലരും ഇത് മറന്നു പോകുന്നുണ്ട്. ഒരുമ്മ പറയുകയാണ്, പലരും ഇത് മറന്നു പോകുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ മറക്കല്ല. അല്ലാ,
നമ്മളെപ്പോഴും നമ്മുടെ ഭാര്യമാരോട് പൊറുക്കലിനെ തേടണം. എനിക്ക് പൊരുത്തപ്പെടണേ എന്ന് പറയണം. അവരോട് പൊറുക്കലിനെ തേടണം എന്ന് പറഞ്ഞ അവരോട് മാപ്പ് ചോദിക്കണം എന്നർത്ഥം. ഭാര്യയോട് എന്തെങ്കിലും വിഷമപ്പെടുന്ന വാക്കുകൾ പറഞ്ഞാൽ നമ്മളെല്ലാവരും വഅദ് പറയും, ആണുങ്ങളുടെ പൊരുത്തം കിട്ടണം പെണ്ണുങ്ങൾക്ക് എന്നൊക്കെ പറയും. സംഗതി ശരിയാണത്, സംഗതി അതെല്ലാം ശരിയാണ്. പെണ്ണുങ്ങൾക്ക് ഭാര്യയുടെ ഭർത്താവിന്റെ പൊരുത്തം കിട്ടണം. അത് തിരിച്ചും വേണം, അത് തിരിച്ചും വേണം. ഒരു ഭാഗം മാത്രം പോരാ, ഒരു ഭാഗത്തിൽ നിന്ന് മാത്രം പൊരുത്തം കിട്ടിയാ പോരാ, ഒരു ഭാഗത്തിൽ നിന്ന് മാത്രം പൊരുത്തം കിട്ടിയാ പോരാ. ഭാര്യയ്ക്ക് ഭർത്താവിന്റെ പൊരുത്തവും ഭർത്താവിന് ഭാര്യയുടെ പൊരുത്തവും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തം വേണം. ഒരു പുറം മാത്രം പോരാ. സാധാരണ നമ്മളൊക്കെ പറയാറുള്ളത് ഒരു ഭാഗം മാത്രം പറയും, മറ്റു ഭാഗം പറയാറില്ല. അതാണ് ഇത്രയും അല്ലേ, അത്രേ പറയാറുള്ളൂ. അങ്ങനെയല്ല പറയാറുള്ളൂ. രണ്ടു ഭാഗത്തു നിന്നുള്ള പൊരുത്തം വേണം. ഒരു പെണ്ണിനെ ശാരീരികമായും മാനസികമായും വിഷമിപ്പിച്ചവൻ അത് ശരിയല്ലല്ലോ. പെണ്ണിന്റെ പൊരുത്തം ഭർത്താവിന് വേണം, ഭർത്താവിന്റെ പൊരുത്തം ഭാര്യക്കും വേണം. അത് രണ്ടും നിർബന്ധമാണ്, അത് രണ്ടും നിർബന്ധമാ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഖൈറ് നൽകണേ, സന്തോഷം നീ നൽകണേ അല്ലാഹ്. ഒരു സ്വലാത്ത് മദീനയിലേക്ക് ചൊല്ലിക്കോ. നമ്മുടെ ജീവിതത്തിൽ ഭാര്യ ഭർത്താവിന്റെ ജീവിതം, നമ്മുടെ വിവാഹ ജീവിതം, നമ്മുടെ ഭാര്യയുടെ നമ്മുടെ മക്കളുടെ കുടുംബ ജീവിതം, എല്ലാത്തിലും വലിയ ബർക്കത്തുണ്ടാവാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിക്കോ. യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സലവാത്തുല്ലാഹ് അലൈക്കും أنت شمس أنت بدر أنت نور فوق نوري أنت كثير وغالي أنت مصباح الصدور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ മജ്‌ലിസ് അല്ലാഹു കബൂലാക്കട്ടെ. ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ച ബാക്കി ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെ ഞാനും നിങ്ങളും പറഞ്ഞു വെച്ച ബാക്കി ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാവരും നമ്മുടെ മഹത്തായ മജ്‌ലിസ് ശിഫ ഒന്നും കൂടി ഫോർവേഡ് ചെയ്തോ. ധാരാളം ആളുകളിലേക്ക് നമ്മുടെ മഹത്തായ മജ്‌ലിസിന്റെ സന്ദേശം എല്ലാവരും എത്തിച്ചു കൊടുക്കുക. എല്ലാവരും നമ്മുടെ മജ്‌ലിസ് എത്തിച്ചു കൊടുത്തോ. ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചതിന്റെ ബാക്കി ഭാഗം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട പ്രധാനപ്പെട്ട മര്യാദകളെ കുറിച്ചായിരുന്നു ഇന്നലെ ഈ സാധുവായ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നത്. ധാരാളം ആളുകൾക്ക് ഉപകാരമുള്ള ഭക്ഷണം കഴിക്കാത്തവരും മനുഷ്യനാകുമ്പോ ഭക്ഷണം കഴിക്കാത്തവരും ആരുമില്ല. കുലു വശ്റബു വലാ തുസ്രിഫു എന്നാണല്ലോ ഖുർആൻ പറയുന്നത്. കുലു നിങ്ങൾ തിന്നണം, നിങ്ങൾ ഭക്ഷിക്കൂ, വശ്റബു നിങ്ങൾ കുടിച്ചോ, വലാ തുസ്രിഫു നിങ്ങൾ അമിതമായി ചെയ്യല്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്.
മനുഷ്യനാകുമ്പോ ജീവൻ നിലനിൽക്കണമെങ്കിൽ ഭക്ഷണമുണ്ട്. ഭക്ഷണം കഴിക്കാതെ മനുഷ്യനിക്ക് നിലനിൽപ്പില്ല. ഏത് വസ്തുക്കൾക്കും അങ്ങനെ തന്നെയാണ്. ഭക്ഷണം കഴിക്കാതെ നിലനിൽപ്പിന് ഏത് വസ്തുവിനുമില്ല. അങ്ങനെ നിലനിൽപ്പിന് മലക്കുകളാകണം. മലക്കുകൾക്ക് തിന്നാനും കുടിക്കാനും ഇല്ലാത്തതുള്ളൂ. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളായ മുസ്ലിമായ നമ്മൾക്കെല്ലാവർക്കും ധാരാളം ചിട്ടകൾ അതിനിക്കുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ ധാരാളം ചിട്ടകളുണ്ട്. 1-8 വരെ ഇന്നലെ പറഞ്ഞു പാത്രത്തിൽ തൊട്ടടുത്ത ഭാഗത്തിൽ നിന്ന് കഴിക്കണം. ഇങ്ങോട്ട് നോക്ക്, പാത്രത്തിന്റെ തൊട്ടടുത്തിൽ നിന്ന് കടിക്കുക. കൂട്ടമായി ഭക്ഷണം കഴിക്കുകയാണെങ്കിലും പാത്രത്തിന്റെ തൊട്ടടുത്തിൽ നിന്നുള്ള പാത്രത്തിന്റെ തൊട്ടടുത്തിൽ നിന്ന് കഴിക്കുക. ഏന്തി വലിച്ചു തിന്നുന്ന ശീലങ്ങളൊക്കെ ഒഴിവാക്കുക. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണം അപ്പുറത്തുണ്ടെങ്കിൽ, നമുക്ക് കിട്ടാത്ത ഒരു ഭക്ഷണം ഉണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അപ്പുറത്തിൽ ഇരിക്കുന്നവനോട് അത് നമുക്ക് എടുത്തു തരാൻ വേണ്ടി പറയാം. ആകെ ഏന്തി വലിക്കുന്ന ഒരു ശീലം, എല്ലായിടത്തും കൈവിട്ട് വാരുന്ന ഒരു ശീലം ഒരു നല്ല ഭക്ഷണം കഴിക്കുന്ന, അഥവാ നല്ല അതവോടുകൂടെ ഭക്ഷണം കഴിക്കുന്ന ഒരു മനുഷ്യനിക്ക് യോജിച്ച ശീലമല്ല. അതുകൊണ്ട് തന്നെ പാത്രത്തിൽ തൊട്ടടുത്ത ഭാഗത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുക. അതേപോലെ തന്നെ 10ാമത് പറയുന്നു, അമിതമായ ചൂടുള്ള ഭക്ഷണം, ആ ഭക്ഷണം ചൂട് കടിച്ചതിന് ശേഷം കടിക്കുക. അമിതമായ ചൂടുള്ള ഭക്ഷണം കഴിക്കരുത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്കൊരു ശീലമുണ്ട്. ഈ മജ്‌ലിസ് കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, കോഴി പൊരിച്ചുകൊണ്ടിരിക്കുന്ന സമയം കോഴിയുടെ ടേസ്റ്റ് നോക്കുന്ന ശീലമുണ്ടാകും. അതേപോലെ തന്നെ മറ്റുള്ള വിഭവങ്ങൾ അരി ബന്ധിട്ടുണ്ടോ എന്ന് ശീലം, അത് നെക്കി നോക്കലാണ്. കോഴി ബന്ധിട്ടുണ്ടോ എന്ന് നോക്കൽ ചിലപ്പോ നിങ്ങൾ രുചിച്ചു നോക്കാറുണ്ട്. അമിതമായി ചൂടുള്ള ഒരു ഭക്ഷണം നിങ്ങൾ ഭക്ഷിക്കല്ല. അത് നമ്മുടെ ശരീരത്തിനിക്ക്, നമ്മുടെ ആരോഗ്യത്തിനിക്ക് അതുകൊണ്ട് തകരാറ് പറ്റുന്നതാണ്. നിങ്ങളങ്ങനെ കഴിക്കാറുണ്ടോ? ഉണ്ടെങ്കിലും ഉണ്ടണ്ട. നിങ്ങളങ്ങനെ കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്നും മിണ്ടണ്ട. നമ്മുടെ ശരീരത്തിന് അത് കേടാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ അതൊക്കെ പ്രത്യേകം അത് ശ്രദ്ധിക്കണം. ചെറിയ കുട്ടികളുണ്ടാകും, ചില ഉമ്മമാര് ചൂടോടുകൊണ്ട് കൊടുക്കും, അല്ലേ? ചില ഉമ്മമാര് ചൂടോടുകൂടെ മോൾക്ക് ഭക്ഷണം കൊടുക്കും, അല്ലെങ്കിൽ മോന് ഭക്ഷണം കൊടുക്കും. വല്യമാക്ക് കൊടുക്കുന്നത് ചൂടോടുകൊണ്ട് കൊടുക്കും. അടുപ്പത്ത് നിന്ന് എടുത്തിട്ട് ഉടനെ തന്നെ ഒരു കൊടുക്കും, ഫാസ്റ്റ് ഫുഡ്. എന്തുകൊണ്ടാണ് നമ്മുടെ നാടുകളിൽ ക്യാൻസർ രോഗികൾ നമ്മുടെ നാടുകളിൽ കൂടാനുള്ള കാരണം? ഫാസ്റ്റ് ഫുഡിന്റെ അതിപ്രസരണം, വളരെ അധികം നമ്മുടെ നാടുകളിൽ ഫാസ്റ്റ് ഫുഡ് വർദ്ധിച്ചതുകൊണ്ട് തന്നെ പല ആളുകൾക്കും അടുപ്പത്ത് നിന്ന് കിട്ടിയ ഉടനെ തന്നെ കിട്ടണം എന്ന ശീലം പലപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അമിതമായി ചൂടുള്ള ഭക്ഷണം ഒഴിവാക്കുക. അങ്ങനെ ഒരു ശീലം നിങ്ങളിൽ ഉണ്ടെങ്കിൽ അത് നിർത്തുക. മക്കൾക്ക് നിങ്ങൾ അങ്ങനെ കൊടുക്കുന്നുണ്ടോ? നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ചൂടോടുകൂടി നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നുണ്ടോ? അതിന്റെ അർത്ഥം തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കണം എന്നല്ല, അതും ഒഴിവാക്കണം. ഫ്രിഡ്ജിൽ കൊണ്ടുപോയി 4 ദിവസം കഴിഞ്ഞിട്ട് 5-6 ദിവസം കഴിഞ്ഞിട്ട് ഭക്ഷണം കൊടുക്കുന്ന ശീലം അത് ഒഴിവാക്കണം. ഫ്രിഡ്ജ് കൊണ്ടുപോയി വെക്കണം എന്നതല്ല അതിന്റെ അർത്ഥം. ഫ്രിഡ്ജ് കൊണ്ടുപോയി തണുപ്പിച്ചിട്ട് ഇന്നലത്തെ ഭക്ഷണം ഇന്ന് കൊടുക്കുന്ന ശീലം, ഇന്നത്തെ ഭക്ഷണം നാളെ കൊടുക്കുന്ന ശീലം, ആ ശീലവും നമ്മൾ നിർത്തണം.
പല വീടുകളിലും അങ്ങനെയാ. ഫ്രിഡ്ജ്, അതേപോലെ തന്നെ ചൂടോടുകൂടെയുള്ള ഫാസ്റ്റ് ഫുഡ് നമ്മുടെ നാടുകളിൽ വന്നതോടുകൂടെ നമ്മുടെ നാടുകളിൽ രോഗങ്ങൾ കൂടാൻ തുടങ്ങി. അന്നാന്ന് കിട്ടുന്ന ഭക്ഷണം അന്നാന്ന് ചൂട് കുറച്ചിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം എന്റെ പ്രിയപ്പെട്ട ഈ മഹത്തായ മജ്‌ലിസ് ശിശിഫ കേൾക്കുന്ന എല്ലാവരിലും ഉണ്ടായാൽ നന്ന് അല്ല, നമ്മുടെ ആരോഗ്യം അല്ലാഹു നിലനിർത്തും. പല ആളുകൾക്ക് വിചാരിക്കുന്നത് ചൂടോടുകൂടെ ഭക്ഷണം കഴിച്ചാലേ അത് ഭക്ഷണമാകൂ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അല്ലേ? എനിക്ക് ചൂടോടെ കിട്ടണം. ചൂടോടെ കിട്ടണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ചൂട് കുറച്ച് ഒരു നേർമയായ ഒരു ചൂടാണെങ്കിൽ കുഴപ്പമില്ല. നേർമയായ ഒരു ചൂടാണെങ്കിൽ കുഴപ്പമില്ല, അത് സ്വാഭാവികമാണ്. എന്നാലോ ചൂട് മാറാത്ത നല്ല ചൂടുണ്ട്, എന്നിട്ട് അതിലിങ്ങനെ ഊതും. ചായ ഒരു നോർമൽ ചൂടോടുകൂടെ ഭക്ഷണം കഴിക്കും. ചായ ആകട്ടെ, ഏത് വസ്തു ആകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു സ്വലാത്ത് നിങ്ങളൊന്ന് ചൊല്ലി, ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലിക്കോ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. എല്ലാവരും നമ്മുടെ മഹത്തായ മജ്‌ലിസ് ശിശിഫ കേൾക്കുന്ന എല്ലാവരും ഒരു സ്വലാത്ത് ചൊല്ലിക്കോ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുന്നു, അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ മജ്‌ലിസ് അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്. ചൂടോടുകൂടെ ഭക്ഷണം കഴിക്കുന്ന ശീലമുണ്ടോ? ചൂടോടുകൂടെ ഭക്ഷണം കഴിക്കുന്ന ശീലമുണ്ട ആളുകൾ, ചൂടോടുകൂടെ ഭക്ഷണം കഴിക്കുന്ന ശീലമുള്ള ആളുകൾ ആ പരിപാടി ഇന്നു മുതൽ നിർത്തണം. ചൂടോടുകൂടെ ഭക്ഷണം കഴിക്കുന്ന ശീലമുള്ള ആളുകൾ ആ ശീലം നമ്മൾ ഒന്ന് മാറ്റി നമ്മുടെ ഭാര്യയോടൊന്ന് പറയാം, പ്രിയപ്പെട്ട ഭാര്യയോടൊന്ന് പറയാം. നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കണം, നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കണം. ഇനി മുതൽ ഇത് ചൂടുള്ള ഭക്ഷണം കൊണ്ടുവരും, ഞാൻ എന്റെ തലയ്ക്ക് എന്റെ മോദക്ക് തൊയിച്ചു, അങ്ങനെ പറയരുത്. ചൂടോടുകൂടെ ഭക്ഷണം കഴിക്കുന്ന ശീലം ഈ മഹത്തായ മജ്‌ലിസ് ശിശിഫ കേൾക്കുന്ന കുടുംബങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഭാര്യയോട് പറയാം, മോളെ നമ്മുടെ ഭക്ഷണം ഒന്ന് ചൂട് കുറഞ്ഞിട്ട് കൊണ്ടുവന്നാ മതിട്ടോ, എനിക്ക് കുറച്ച് ചൂട് കുറഞ്ഞിട്ട് എനിക്ക് കൊണ്ടുവന്നാ മതി, ഞാന് ചൂടോടുകൂടെ ഭക്ഷണം കഴിക്കുന്ന ശീലമൊക്കെ എന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയണം. ഞങ്ങൾ കഴിക്കാറില്ല ഉസ്താദെ, മാഷാ അല്ലാഹ് ആ ശീലം. എന്നാലോ അമിതമായ ചൂട് കുറയാനും പാടില്ല, തണുത്ത ഭക്ഷണം കൊടുക്കാനും പാടില്ല. തണുത്ത ഭക്ഷണം കഴിക്കരുത്, ഒരു മീഡിയം ചൂടിലുള്ള ഭക്ഷണമായിരിക്കണം. മീഡിയം ചൂടിലുള്ള ഭക്ഷണമായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത്. അല്ലാഹ് ഞങ്ങൾക്ക് നീ ഖൈറു നൽകണേ, സന്തോഷം നൽകണേ അല്ലാഹ്. പിന്നെയും കേട്ടോ, ഇതൊന്നും എന്റെ വക പറയതല്ല, ഇതല്ല എന്റെ വക ഞാൻ പറയുന്നതല്ല. ചൂടുള്ള ഭക്ഷണം കഴിച്ചിട്ട് ക്യാൻസർ എന്ന് പറയുന്ന രോഗങ്ങൾ ഇപ്പോൾ പടർന്നു പന്തലിക്കുന്നു എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്, ഇല്ലേ? ക്യാൻസർ പോലത്തെ രോഗങ്ങൾ, കുടലിക്ക് വൻകുടലുകൾക്ക് ക്യാൻസർ പറയുന്ന രോഗങ്ങൾ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ലാഹ്, അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഹോട്ടലുകളിൽ ഭക്ഷിക്കുന്ന ശീലങ്ങൾ, ഇപ്പോ എല്ലാവരും വൈബിന് പോകുന്നൊരു സമയമാണ്. എല്ലാവരും വൈബിന് പോകാം, വൈബ് എന്ന് പറയാം, അല്ലേ? വൈബിന് പോകുന്ന ശീലം കൂടി.
അതുകൊണ്ട് തന്നെ ഉസ്താദെ കുറച്ച് ടെസ്റ്റുള്ള കറിയാണെങ്കിൽ ചൂടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. വലിയ ചൂടുണ്ടാകരുത്, ചൂട് തെരെ കുറക്കണം എന്നല്ല, നല്ല ചൂടോടുകൂടെ തൊള്ള പുള്ളുന്ന ചൂടല്ല, അതിന് കുറച്ച് താഴെയുള്ള ചൂടുണ്ടാകാൻ പാടില്ല. ഒരു നോർമൽ ചൂട് അതേ പറ്റൂ. നോർമൽ എന്ന് പറഞ്ഞാൽ തൊള്ള പൊള്ളുന്ന ചൂടുമില്ല, അതിന്റെ താഴെ ഒന്ന് തൊട്ടു നോക്കിയാൽ ചെറിയൊരു ചൂട്, അത് മാത്രം, അതേ പറ്റൂ. അതിന്റെ അർത്ഥം ധാരാളം ചൂടുള്ള സാധനം മനുഷ്യന് തിന്നാൻ കഴിയൂല, ഉറപ്പാ. അത് മൃഗങ്ങൾക്കും കഴിയൂല. അതിന്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. തിന്നാൻ കഴിയാത്ത ചൂടിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. തിന്നാൻ കഴിയുന്ന ചൂട്, ആ ചൂടിൽ നിന്നും ഒന്നും കൂടി കുറയണം എന്നാ പറഞ്ഞത്. തിന്നാൻ കഴിയുന്ന ചൂടുണ്ടല്ലോ, തിന്നാൻ കഴിയാത്ത ചൂട് പിന്നെ ഏതാനും തിന്നൂലല്ലോ, അതിനേക്കാളും ഒന്നും കൂടി കുറയണം. ഒരു നോർമൽ ചൂടായിരിക്കണം, പറ്റ ചൂട് കുറയാനും പാടില്ല. ഇപ്പൊ എല്ലാവരും നിങ്ങളോട് പറഞ്ഞതുപോലെ വൈബിന് പോകുന്ന കാല. പെണ്ണുങ്ങളും കുട്ടികളൊക്കെ നമ്മളോട് വീട്ടിലെത്തിയാ പറയൂ, ഉപ്പച്ചി ഇന്നലെ ചെറിയ മോള് കഴിഞ്ഞ ആഴ്ച വീട്ടിലെത്തിയപ്പം എന്നോട് പറഞ്ഞു, ഉപ്പച്ചി വൈബിന് പോകല്ലേ. ഞാൻ പറഞ്ഞു, എന്താ മോളെ വൈബ് എന്ന് പറയണേ? 3 വയസ്സായിട്ടില്ല. മോള് പറയാ, ഉപ്പച്ചി വൈബിന് പോകല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ മോളെ എനിക്ക് ഉടനെ കിട്ടി വൈബ്? ഉടനെ കിട്ടി ഇന്നലെ ഓലൊക്കെ പോയിനി, കായന് എളാപ്പിയൊക്കെ പോയിനല്ലോ, ഉപ്പച്ചി വൈബിന് പോയിനല്ലോ, അതുകൊണ്ട് ഞമ്മക്കും പോണം, വൈബിന് പോണം. കുട്ടികളൊക്കെ വൈബിലാണ്, നമ്മളിപ്പോ ആ പഴയ രീതിയിലാണ് ഇപ്പോൾ ഓടണേ. അല്ലേ? നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടോ? ചെറിയ കുട്ടികളൊക്കെ വൈബിന് പോണം പറയുന്ന കാല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കുട്ടികളെ ബൈക്കുമ്പോൾ കൊണ്ടുപോയി കണ്ട് നമ്മളെ തോടൊക്കെ ഉണ്ട്, അപ്പുറത്തുള്ള തോടൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് അതിന്റെ തോട്ടിൽ പോയിട്ട് ഒന്ന് കുറച്ചേരം ഒന്ന് കുളിച്ച്, കുട്ടീനെ കൊണ്ടുപോയിട്ട് കുറച്ചേരം തോട്ടിൽ കൊണ്ടുപോയി ഒന്ന് കുളിച്ച്, അതിനെങ്ങനെ കുളിച്ചാണ് പോന്നാല് അവർക്ക് ഞാൻ പറയും, ഇതൊക്കെ തന്നെ മോളെ വൈബ്. ഇങ്ങനെ കുട്ടികളൊക്കെ നമ്മള് ഇപ്പൊ വൈബിന് പോകുന്നത് കൊണ്ട് ചൂടുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കുന്ന കാലം. ഫാസ്റ്റ് ഫുഡാണല്ലോ ഇപ്പൊ എല്ലാവരും കഴിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാരണം എല്ലാവരും വൈബ് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കണത്. വൈബ് എന്നൊക്കെ കേട്ടിന്, വൈബ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉസ്താദെ എന്ന് ഇങ്ങോട്ട് ചോദിക്കുന്നത്. ഫാത്തിമ പി എന്ന് പറയുന്ന സഹോദരി, വൈബ് എന്ന് പറയണപ്പോ നല്ല കാലാവസ്ഥ ഉള്ള സ്ഥലത്ത് പോയിട്ട് കുറച്ചേരം ഇങ്ങനെ കാറ്റ് കൊണ്ടിരിക്കുക, അതിനാണ് ഇപ്പൊ അത്ര വൈബ് എന്ന് പറയണത്. നിങ്ങൾക്ക് ആ വിഷയത്തിന് നിങ്ങൾക്ക് അറിയണ അറിവൊന്നും എനിക്കില്ല. കാറ്റ് കൊള്ളുന്ന സ്ഥലത്ത് പോയി കുറച്ചേരം ഇരിക്കുക, അങ്ങനെ കുറച്ച് കട്ടൻ ചായയോ അല്ലെങ്കിൽ ഒരു ചായയും കടിയും ഇങ്ങനെ ചൂടോടുകൂടെ ഇങ്ങനെ തിന്നുന്ന ഒരു ശീലം ഇപ്പൊ അത് കൂടി വരികയാണ്. അള്ളാഹു നമുക്ക് ഖൈർ നൽകട്ടെ, അള്ളാഹു നമുക്ക് സന്തോഷം തരട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുന്നു, ഈ മഹത്തായ മജ്‌ലിസ് ശിഫകൾക്ക് എല്ലാവരോടും പറയുന്നു, അപ്പോൾ ചൂട് കുറച്ച് ഭക്ഷിക്കുന്ന ശീലം നമ്മളിൽ ഉണ്ടാകുകയും പറ്റേ തണുപ്പിച്ചിട്ട് കടിക്കുന്ന ശീലം നമ്മളിൽ നിന്ന് മാറ്റിയെടുക്കുകയും ചെയ്യുക. അല്ലാഹുവിനെ ഞങ്ങൾക്ക് ഖൈർ നൽകണേ, നീ സന്തോഷം നീ നൽകണേ അല്ലാഹ്. അത് കഴിഞ്ഞിട്ട് പറയുന്നു, ഭക്ഷണത്തിൽ ഊതാതിരിക്കുക. ഭക്ഷണത്തിൽ ഊതുക, ഭക്ഷണത്തിൽ ഊതുന്ന ശീലം മാറ്റുക. ഭക്ഷണത്തിൽ ഊതി കഴിക്കുന്ന ഒരു ശീലം പലപ്പോഴും അത് ചൂടുള്ള ഭക്ഷണം കഴിക്കുമ്പോഴാണ് അത് ഊതൽ വരുന്നത്, അല്ലേ? ഖുർആനും ദിക്റും ഓതിയിട്ട് മന്ത്രിക്കുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്. മന്ത്രം ഖുർആൻ കൊണ്ടും തിരുസുന്നത്ത് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്, അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഭക്ഷണത്തിൽ ഊതുന്ന ശീലം ആർക്കെങ്കിലും ഉണ്ടോ? അത് ചായ കുടിക്കുമ്പോ ഒരു ഊത്തുണ്ട്.
ചായ നല്ല ചൂടാ. അപ്പൊ ഉമ്മ കുട്ടീനോട് പറഞ്ഞ കുട്ടിയൊന്ന് ഊതികള. ഊതാനത്തത് വിളക്കറ്റിയാണ്. ഊതുന്ന ശീലം നമ്മുടെ ശരീരത്തിൽ നിന്ന് വായിൽ ഉണ്ടാകുന്ന അണുക്കൾ ചായയിലേക്ക് കടന്നാൽ അത് അതിലേക്ക് കടക്കും, ശരീരത്തിന്റെ ഉള്ളിലേക്ക് കടക്കും. അതുകൊണ്ട് തന്നെ പുറത്ത് ഉണ്ടാകുന്ന അണുക്കൾ ഉള്ളിലേക്ക് കടന്നാൽ പുറത്ത് കാണുന്ന അണുക്കൾ ഉള്ളിൽ അത് രോഗങ്ങൾ പരക്കും. അത് പരത്തുന്നതാ. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ചെറിയ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ, ചെറിയ മക്കൾക്ക് ചായ കൊടുക്കുമ്പോൾ ഊതി ശീലിപ്പിക്കുന്ന ശീലം, അങ്ങനത്തെ ഒരു പരിപാടി ഈ മജ്‌ലിസ് കേൾക്കുന്ന ഒരാളിലും ഉണ്ടാവരുത്. അത് ചോറാകട്ടെ, ചോറൊക്കെ ആകുമ്പോ കല്യാണത്തിന് ചൂടോടുകൂടാണ് തിന്നണം. ഫസ്റ്റത്തെ ട്രിപ്പിൽ ഇരിക്കണം. എന്നിട്ട് തൊള്ളി കടന്നിട്ട് ഒരു ഊത്ത. അങ്ങനെയുണ്ട് ചില ആളുകൾ അല്ലേ? ഭക്ഷണം കല്യാണാണ്, കുടിക്കലാണ്, ഏതൊരു പരിപാടിയാ, ഒന്നാമത്തെ ട്രിപ്പിൽ തന്നെ ഇരിക്കണം. ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഇരിക്കണം. എന്നിട്ടോ തൊള്ളി കണ്ടുവിടും. ഇങ്ങോട്ട് തൊള്ളിന്ന് പുറത്തേക്ക് അടക്കാനും പറ്റ, ഉള്ളിക്കണ്ട പുറത്തേക്ക് തുപ്പാനും പറ്റ, അതേപോലെ തന്നെ അകത്തേക്ക് ഇറക്കാനും പറ്റ. എന്നിട്ട് അതിന്റെ അടിയിലിട്ടിട്ട് തൊള്ളിന്ന് പറഞ്ഞിട്ട് രണ്ടു ഊത്തും അല്ലേ? ഉണ്ടാകലുണ്ടോ ഉമ്മ? ഉസ്താദിന് നല്ല പരിചയമാണല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും അല്ലേ? അള്ളാഹു നമുക്ക് ഖൈറ് നൽകട്ടെ. ഇപ്പൊ ചൂടുണ്ടാകുമ്പോൾ ഊത്ത് വരും. ചൂടുള്ള ഭക്ഷണം കഴിക്കുമ്പോ ഊത്ത് പുറത്തു. ചൂടുണ്ടാകുമ്പോ പ്രത്യേകിച്ച് ഊത്തുങ്ങോട്ട് വരും. അള്ളാഹു നമുക്ക് ഖൈറ് നൽകട്ടെ. അള്ളാഹു സന്തോഷം തരട്ടെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ? ചൂടൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാം. എന്നാ പിന്നെ ഊത്തിന്റെ ആവശ്യമില്ലല്ലോ. ചൂടുണ്ടോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കാം. ഇങ്ങോട്ട് നാവുമത്തെ തൊലിയും പോയി, ചിരി അല്ലേ? നാവുമത്തെ തൊലിയും പോയി, പിന്നെ ചൂടുള്ളത് തിന്നാൻ പറ്റ, തണുപ്പുള്ളത് തിന്നാൻ പറ്റ, ആ കോലത്തിലാവും. അപ്പോ അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് തൊള്ളി കിട്ടാൻ മതി. പ്രത്യേകിച്ചിട്ട് പായസമൊക്കെ കുടിച്ചാലാണ് ചോറ് പിന്നെയും സഹിച്ച. നേരെ മറിച്ച് സേമിയ പായസമൊക്കെ ഉണ്ട്, ചൂടോട് കുടിച്ചാണ്ടല്ലോ തൊള്ള പൊള്ളിയമേ പൊള്ളും, വായ പൊള്ളിയതിന്റെ മേലെ പൊള്ളും. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണത് നല്ലതാ. കാര്യം പറയാ. അതുകൊണ്ട് ചൂടുള്ള സാധനം അത് പിന്നെ ഊതിയിട്ടും കാര്യമില്ല, ഊതാനും കഴിയൂല. സേമിയ പായസൊക്കെ ചൂടോടെ കൂടെ കുടിച്ചാലേ ഇറക്കാനും കഴിയൂന്ന് മാത്രല്ല, തുപ്പാനും കഴിയില്ല എന്ന് മാത്രല്ല, ഊതാനും കഴിയൂല. ചോറൊക്കാണെങ്കിൽ പിന്നെ ഒന്ന് ഊതാനും ചെയ്യാം. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത്, ഇത് ചൂടുള്ള സാധനമാണോ അതൊക്കെ ഒന്ന് പ്രത്യേകം ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതും നല്ലതാണ്. അള്ളാഹു നമുക്ക് ഖൈറ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഭക്ഷണത്തിൽ ഊതുന്ന ശീലം അത് നല്ലത് അല്ല. എന്നാൽ ഖുർആനോ ദിക്റോ സ്വലാത്തോ ഇതൊക്കെ ചൊല്ലിയിട്ട് ഭക്ഷണത്തിൽ ഊതുന്നത് അത് നല്ലതുമാണ്, അത് ഭക്ഷിക്കേണ്ടതുമാണ്, അത് നല്ല ശീലമാണ്. അതുപോലെ തന്നെ മഹത്തുക്കളായ ആളുകൾ ഭക്ഷിച്ചു കഴിഞ്ഞ അതിന്റെ ഉസ്താദെ പായസം പറഞ്ഞപ്പോ ഇന്ന് എല്ലാരും കൂടി പായസം ഉണ്ടാക്കിക്കൊള്ളി. രാത്രി ഇന്ന് ഒരു മൗലൂദൊക്കെ നടത്തി ഒരു പായസമൊക്കെ കുടിച്ചാൻ പൂതിയുണ്ടെങ്കിൽ കുടിക്കാലോ. അതൊക്കെ മക്കൾക്ക് ഇടക്കിടക്ക് പായസമോ അല്ലെങ്കിൽ ഒരു ബിരിയാണിയോ ഒക്കെ ഇടക്കും മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അള്ളാഹു നമുക്ക് ഖൈറ് നൽകട്ടെ. അള്ളാഹു സന്തോഷം തരട്ടെ. മരണപ്പെട്ടു പോയ
മരണപ്പെട്ടു പോയ എല്ലാവരുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതി ദ്വാരക്കലും അതേപോലെ തന്നെ ഒരു പായസമൊക്കെ ഉണ്ടാക്കലും അത് കുട്ടികൾക്കൊക്കെ ഒരു മാതൃക കൂടിയാണ്. കുട്ടികളൊക്കെ നമ്മൾ മരണപ്പെട്ടാലും നമുക്കൊക്കെ വേണ്ടിയിട്ടൊരു ദുആ ചെയ്യുന്നൊരു ശീലം നമ്മളെ മക്കൾക്കൊക്കെ ഉണ്ടാവും. അല്ലാഹു ഖൈറാക്കട്ടെ. തമാശ പറഞ്ഞത് കാര്യമാണെങ്കിലും തമാശയാണെങ്കിലും അതൊരു കാര്യം കൂടിയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ പറയുന്നു, എല്ലാവരോടും പറയുന്നു, ഇൻഷാ അല്ലാഹ് കഴിയുന്ന ആളുകളൊക്കെ നമ്മുടെ മജ്ലിസ് ഒന്നെല്ലാവരും, ശബ്ദത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്ന് പറഞ്ഞേ. ശബ്ദത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചെറിയ കൂക്കൽ എന്തെങ്കിലും ഉണ്ടോ? അതേപോലെ തന്നെ നമ്മുടെ മഹത്തായ മജ്ലിസിലെ ലൈറ്റ് ഒന്ന് ഓഫായിട്ടുണ്ട്. അഥവാ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ലൈറ്റ്, അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് നീച്ചത്, എഴുന്നേറ്റത്. ഞാൻ എഴുന്നേൽക്കാനുള്ള കാരണം നമ്മുടെ മജ്ലിസിലുള്ള ലൈറ്റിന്റെ 2 ലൈറ്റ് അപ്പുറം ഉണ്ടാകാറുണ്ട്. അത് അൽഹംദുലില്ലാഹ് കഴിഞ്ഞ കുറി ഒന്ന് കംപ്ലൈന്റ് ആയപ്പോ അതൊന്ന് വാങ്ങി. ഇപ്പോ മറ്റതും ഇതേപോലെ തന്നെ ചെറിയ കംപ്ലൈന്റ് കാണുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഖൈറ് നൽകട്ടെ. കൂക്കലുണ്ടോ? ഇപ്പോഴുണ്ടോ? ചെറിയ കൂക്കലുണ്ടോ? അള്ളാഹു സന്തോഷം തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മഹത്തായ മജ്ലിസിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ജല്ല ജലാലുഹു എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു നമ്മതെല്ലാവരും അല്ലാഹു മാറ്റി തന്ന വലിയ സന്തോഷം തരട്ടെ. ഇപ്പോഴുണ്ടോ? ഇപ്പല്ലല്ലോ. ഇപ്പൊ ഉണ്ടോ ഉമ്മ? കൂക്കലുണ്ടോ? ഇപ്പൊ കൂക്കലുണ്ടോ? ഇപ്പൊ കുറഞ്ഞില്ലേ? അള്ളാഹുവിന്റെ മഹത്തുക്കൾ പറയുന്നു, ഭക്ഷണത്തിൽ ഊതുന്ന ശീലം. എന്നാൽ ഖുർആനോ ദിക്റോ സ്വലാത്തോ മറ്റുള്ള കർമ്മങ്ങൾ ചെയ്തിട്ട് ഊതിയിട്ട് അഥവാ അതിൽ മന്ത്രിച്ചൂതുന്നത് ഭക്ഷിക്കലും നല്ലതാണ്. അതിൽ വലിയ ബർക്കത്തുണ്ട്. അതെല്ലാം നല്ലത് തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുന്നു, ഈ മജ്ലിസ് ശിഫ കേൾക്കുന്ന ഉപ്പമാരോട് പറയുന്നു, കുട്ടികൾ ജനിച്ചാൽ, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ, ഒരു ചെറിയ കുട്ടി ജനിച്ചാൽ, നമുക്ക് ഒരു മോനുണ്ടായാൽ ഒരു മോളുണ്ടായാൽ ഉടനെ തന്നെ നമ്മൾ ചെയ്യാറുള്ളതാ, കുട്ടിക്ക് ഒരു മധുരം കൊടുക്കുന്ന ഒരു ശീലം. നിങ്ങളെ നാട്ടിലൊക്കെ അല്ലേ മധുരം കൊടുക്കുന്ന ഒരു ശീലം? ഉമ്മ കൊണ്ടോ അല്ലെങ്കിൽ ഉപ്പാനെ കൊണ്ടോ അല്ലെങ്കിൽ സ്വാലിഹീങ്ങളായ, ഏറ്റവും നല്ലത് സ്വാലിഹീങ്ങളായ ആളുകളെ കൊണ്ട് അവരുടെ ഉമനീര് തട്ടിയ സ്വാലിഹീങ്ങളായ നല്ല ആളുകളുടെ ഉമനീര് തട്ടിയ അത് ഒന്ന് നാമച്ച്, ഒരു കാരക്കെ കുട്ടിക്കൊന്ന് നാമച്ചു കൊടുക്കൽ, അങ്ങനത്തെ ശീലങ്ങളെ നാട്ടിലൊക്കെ അല്ലേ? ഇല്ല ഉമ്മ. ഒരു കുട്ടി ജനിച്ചാല് കുട്ടിക്ക് ഒരു പഷ്ടും ഒരു മധുരം കൊടുക്കുന്ന, അങ്ങനെ ചെയ്യുന്നത് ഖുർആനും അത് അങ്ങനെ ചെയ്യൽ സുന്നത്താണ്. അത് സുന്നത്താണ്. അങ്ങനെ ചെയ്യുന്നത് നല്ല ശീലമാണ്. അത് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ അല്ലേ? ബർക്കത്തിനത് ഒരു സ്വാലിഹായ ഒരു മനുഷ്യന്റെ ഉമനീര് തട്ടിയ, അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യന്റെ ഉമനീര് തട്ടിയത്, അത് കുട്ടിക്കൊന്ന് നാമച്ചു കൊടുക്കുക, കുട്ടിക്കൊന്ന് തൊട്ടു കൊടുക്കുക മതി. കുട്ടിന്റെ ചുണ്ടിലൊന്ന് തട്ടിച്ചാ മതി, നാമലൊന്ന് തൊട്ടാ മതി. അല്ലാതെ ചെറിയ കുട്ടിക്ക് തിന്നാൻ കൊടുക്കാനൊന്നും കഴിയൂലല്ലോ. ഇല്ലല്ലോ. ചെറിയ കുട്ടിക്ക് തിന്നാൻ കൊടുക്കാൻ കഴിയും? പാലെന്നെ കുടിച്ചിട്ടിയാ മതി. ഇനിന്ന ഉമ്മ ദ്വാരിക്കുന്ന കാലം, ആ സമയ പാലെന്നെ നേരത്തെ ഒന്ന് കുടിച്ചു കിട്ടിയാ മതി ഇനിയുന്ന സമയമാണല്ലോ. അപ്പൊ കുട്ടിക്ക് ഇത് തിന്നാൻ കൊടുക്കാന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നാമച്ചു കൊടുക്കുക, കുട്ടിക്കൊന്ന് ഒന്ന് വായിലൊന്ന് വെച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യാറില്ലേ? അത് നല്ലതാണ്. അതിനൊന്നും വിമർശിക്കുന്ന കാര്യമല്ല. അതൊന്നും വിമർശിക്കേണ്ടതോ അത് ഇസ്ലാമിൽ ഉള്ള കർമ്മമാണ്. എന്നാലോ വെറുതെ ഭക്ഷണത്തിൽ ഊതുന്ന സ്വഭാവം നമ്മളെല്ലാവരും മാറ്റേണ്ടതാ. അതുപോലെ തന്നെ ഇവിടെയില്ല സംസം കൊടുക്കും, നല്ലതാണ്. മാഷാ അല്ലാ, അത് തന്നെയാ പറഞ്ഞത്. സംസം മന്ത്രിച്ചു, സംസം പിന്നെ
ഏറ്റവും വലിയ മരുന്നാണല്ലോ മാഉ സംസം ലിമാ ശുരിബ ലഹു. മാഉ സംസം ലിമാ ശുരിബ ലഹു. സംസം എന്തിനാണോ കുടിച്ചത് അതിനിക്കാണ്. സംസമിന്റെ മഹത്വത്തിലേക്ക് കടക്കുന്നില്ല. പിന്നെ പറയുന്നു ഭക്ഷണം പായാകാതിരിക്കുക. ഭക്ഷണം നിലത്ത് വീണാൽ അത് എടുത്ത് വൃത്തിയാക്കി കഴിക്കുക. അതിപ്പോ പറഞ്ഞ സെക്സ് അത് ശരിയാകോ? അത് എത്രമാത്രം അത് നമ്മളിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഭക്ഷണം നിലത്ത് വീണാൽ അത് പെറുക്കിയെടുത്ത് ഭക്ഷണം കഴിക്കുന്ന ശീലം എത്രമാത്രം അത് നമ്മളിൽ എഫക്റ്റീവാകും എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എത്ര കുട്ടികൾ നമ്മുടെ വീടുകളിൽ എത്ര ദിവസം ആ ഭക്ഷണം പായാക്കുന്നത്. നമ്മളെ പോലെ കുറച്ചൊക്കെ പായാക്കിയ ആളുകളാവാം ഫലസ്തീനിലെ ഗസയിലെ ആളുകൾ. ഇപ്പോ അവർക്ക് ഒരു വറ്റ് കിട്ടിയ അവർക്ക് നിധിയ അല്ലേ? ഇപ്പൊ നമുക്ക് വറ്റ് വീണതൊന്നും നമുക്ക് വേണ്ട. ഒന്ന് ഞാനും നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇതുപോലെ ഒരു കാലം ഗസയിലെ മക്കൾക്കുണ്ടായിരുന്നു. ഇപ്പോ അവർക്ക് ഒരു വറ്റ് എന്നുള്ളത് അവർക്ക് 1000 വറ്റിന്റെ ഒരു സ്ഥാനത്താണ്. ഒരു പിടി എനിക്ക് അത് എടുത്തിട്ട് ഭക്ഷണം കഴിക്കണം പറയണം. ഞാനും നിങ്ങളോട് നമ്മളെ മക്കളോട് പറയണം, ഭാര്യയോട് പറയണം, നമ്മളോടുള്ള ബന്ധപ്പെട്ട മുഴുവൻ ആളുകളോടും പറയണം. നിലത്ത് വീണ വറ്റി എടുത്തിട്ട് വൃത്തിയാക്കി ഭക്ഷിക്കുക. എത്രമാത്രം അത് പോസിറ്റീവാകുമോ എന്ന് എനിക്ക് ഈ കാലഘട്ടത്തിൽ പറഞ്ഞാൽ എത്രമാത്രം പോസിറ്റീവാകുമോ എന്ന് ഞാനും നിങ്ങളൊന്ന് ചിന്തിക്കണം. നമ്മുടെ വീടുകളിൽ എത്ര വറ്റുകളാണ്? 1, 2, 3 വറ്റുകളല്ല. ചില വീടുകളിൽ പുറത്ത് വറ്റിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അല്ലേ? അന്നത്തെ ബഹുമാനിക്കണം. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്റെയും നിങ്ങളെയും വീടുകളിൽ എനിക്കതിന് പറയാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് ഞാൻ പരിശോധിക്കണം. എന്റെ പ്രിയപ്പെട്ട മഹത്തായ മജ്‌ലിസ് ശിശുക്കൾ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ ഇപ്പൊ അൽഹംദുലില്ലാ പറഞ്ഞാണി അള്ളാഹു നമുക്ക് ഭക്ഷണം തന്നു. ഒരു മുട്ടും മുടക്കവുമില്ലാതെ നമുക്ക് അള്ളാഹു ഭക്ഷണം തന്നു. അൽഹംദുലില്ലാ പറ. ഒന്നെല്ലാവരും അൽഹംദുലില്ലാ പറ. എല്ലാവരും അൽഹംദുലില്ലാ പറ. ഉമ്മ, നമുക്ക് അള്ളാഹു ഒരു മുടക്കമില്ലാതെ നല്ല രീതിയിൽ സുഭിക്ഷമായ ഭക്ഷണം അള്ളാഹു നമുക്ക് തന്നല്ലോ. ഒന്നൽഹംദുലില്ലാ പറ. ഒന്നൽഹംദുലില്ലാ പറ. അള്ളാഹുവേ, ഞങ്ങൾക്ക് ആ അനുഗ്രഹം നിലനിർത്തി തരണേ അല്ലാ. നീ ആ വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട മഹത്തായ മജ്‌ലിസ് ശിശുക്കൾ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുന്നു, ഉപ്പമാരോട് പറയട്ടെ, നിങ്ങൾ ഭക്ഷണം പുറത്തേക്ക് തള്ളരുത്. ഒരു ഭക്ഷണം ഒരു വറ്റും പുറത്തേക്ക് തള്ളുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യയോട് പതുക്കനെ പറഞ്ഞ ശീലങ്ങൾ മാറ്റണം. ഭർത്താവിനോട് പറഞ്ഞിട്ട് ശീലം മാറ്റണോ. അവനവൻ ഇരിക്കുന്ന ഇടത്തിൽ നിന്ന് ഒരു വറ്റും പുറത്തേക്ക് പോകാതെ നിലത്ത് വീണ ഭക്ഷണോ അത് കഴുകി കഴിക്കുന്ന ശീലോ നമ്മളിൽ ഉണ്ടാവണേ മക്കളെ. അല്ലാഹുവേ, നല്ല ശീലങ്ങൾ ഞങ്ങൾക്ക് പിന്തുടരാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെയായിരുന്നു. ഇനി ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ് കൂടുതൽ വിശദീകരിക്കുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാ വിരലുകൾ വായ കൊണ്ട് വൃത്തിയാക്കുക. വിരലുകളെ കൊണ്ട് പാത്രം തുടച്ച് ഭക്ഷണം കഴിക്കുക. അതൊക്കെ കണ്ട ആളുകൾക്ക് അറപ്പ് തോന്നും. ചില ആളുകൾക്ക് ഒത്തോന് ചോറൊന്നും കിട്ടാത്ത മാതിരി അല്ലേ?
ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വായ കൊണ്ട് വിരലുകൾ വൃത്തിയാക്കുകയും അതേപോലെ തന്നെ വിരലുകൊണ്ട് പാത്രത്തെ വൃത്തിയാക്കുകയും ചെയ്യുന്ന ഒരു ശീലം മുൻകാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? നമ്മളെ പള്ളിയിൽ ഉസ്താദൊക്കെ വന്നാണ്ടല്ലോ, പള്ളിയിൽ ഉസ്താദിന് ചോറ് കൊടുത്ത ആ പാത്രത്തിൽ പിന്നെ ചോറ് കഴിച്ചില്ല എന്ന് തോന്നിപ്പോകും അല്ലേ? അതിനല്ലേ പള്ളിയിലെ ഉസ്താദ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നാലേ ഭക്ഷണം കഴിച്ചു പോയാലും ആ പ്ലേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതില് ഭക്ഷണം കഴിക്കാത്ത രൂപമായിരിക്കും. കാരണം മുപ്പര വിരലും ശരിക്ക് ക്ലിയറായി പാത്രത്തിൽ അതൊക്കെ തുടച്ചു വൃത്തിയാക്കി. എന്തൊരു വൃത്തി ആ പാത്രം എന്നോ. ഇന്ന് ആകെ എന്താ പറയാ എന്താ പറയാ കാളവിട്ട് കഴിഞ്ഞ മൈരിയാവും. നമ്മളൊക്കെ ഉമ്മാര് പറയല്ലോ, ഇപ്പോഴും ഉസ്താദുമാരങ്ങനെയാ. ഇപ്പോൾ ഉസ്താദുമാര് ആ രൂപത്തിൽ തന്നെ ചെയ്യാറുള്ളത്. എന്നാലും എന്താ പ്രിയപ്പെട്ട അതേ ശൈലി അത് കണ്ടിട്ട് നമ്മുടെ ആളുകളൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ കുറച്ച് വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണുള്ളത്. ഇപ്പൊ അതൊക്കെ ചുരുങ്ങി അല്ലേ? ഇപ്പൊ നമ്മളെ കുട്ടികള് സ്കൂളിട്ട് വന്നാല്, എന്റെ ചെറിയ മോൻ, എന്റെ വലിയ മോനുണ്ട്, 1ാം ക്ലാസ് പഠിക്കുന്ന ഓന്, 1ാം ക്ലാസ് പഠിക്കുന്ന അവൻ വീട്ടിക്ക് വന്നാല് ഓനുണ്ടാവും കാളൂട്ട് കഴിഞ്ഞ വൈദ്യാണ് വീട്ടിക്ക് വരിക. കുട്ടികളാണ്, അങ്ങനെയാണല്ലോ വേണ്ടതും. കുട്ടികളാകുമ്പോ അതൊക്കെ ഉണ്ടാകും. നല്ലോണം കളിച്ചിട്ടേ അവൻ വരുള്ളൂ. കുട്ടികളാകുമ്പോ കളി വേണം, അതിനൊന്നും നമ്മൾ എതിർക്കാൻ പാടില്ല. ഭക്ഷണം കഴിച്ച പാത്രം വെള്ളമൊഴിച്ചിട്ട് കഴിക്കുന്ന ഉസ്താദുമാരുണ്ട്, മാഷാ അല്ലാ, ഇപ്പോഴുണ്ട്. അതൊക്കെയാണ് വേണ്ടത്. അതൊന്നും വേണ്ടത്. അതൊക്കെ കണ്ടാൽ ചില ആളുകൾക്ക് ഒരു വെറുപ്പ. ചില ആളുകൾക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോ ഒരു വെറുപ്പ. എന്താ ഇപ്പം മൂപ്പര് കാട്ടുന്നത്? തിന്നാൻ കൊടുക്കാത്ത മാതിരി കിട്ടി കയ്യും തിന്ന് പാത്രവും തിന്ന് അല്ലേ? അങ്ങനെ നമ്മളെ മജ്‌ലിസിൽ ആളുകൾ പറയാറില്ല. പുറത്തിൽ നിന്നുള്ള ചില ആളുകളൊക്കെ അങ്ങനെ കാണുമ്പോ അവരുടെ മനസ്സിൽ അങ്ങനെ തോന്നിപ്പോകും. നല്ല ആളുകൾക്ക് അങ്ങനെ വരൂല. നല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വരില്ല. കാരണം ഇത് മുത്തുനബിയുടെ സുന്നത്താണ്, അള്ളാഹുവിന്റെ ഹബീബിന്റെ സുന്നത്താണത്. അത് ചെയ്യുന്നവരോട് സ്നേഹവും ബഹുമാനവും ആദരവും വല്ലാത്ത മതിപ്പും അവനോട് വരും അല്ലേ? ഒരു ആലിമ് നമ്മുടെ വീട്ടിൽ വന്നിട്ട് അങ്ങനെ ചെയ്താൽ അവനോട് മതിപ്പും സ്നേഹവും ബഹുമാനവും ആദരവും നമുക്ക് കൂടും. അതാ നമ്മളിൽ ഉണ്ടാകുക. നേരെ മറിച്ചോ മറ്റുള്ളവരിൽ ഇങ്ങനത്തെ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോ എന്താ ഇപ്പൊ മൂപ്പര് അല്ലേ? മൂപ്പരെന്തങ്ങനെ? കാരണം അവർക്കൊക്കെ ശീലം എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണം കഴിച്ച പകുതി ബാക്കിയാക്കുന്ന ശീലേ അറിയൂ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഭക്ഷണം കടിച്ചാൽ എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ വിരലുകൾ കൊണ്ട് വൃത്തിയാക്കുകയും വായ കൊണ്ട് വൃത്തിയാക്കുകയും വിരലുകളെ കൊണ്ട് പാത്രം കൊണ്ട് പാത്രത്തെ വടിക്കുകയും ചെയ്യുന്ന ശീലം നിങ്ങളിൽ ഉണ്ടാവണം. അല്ലാഹ്, നീ ഞങ്ങൾക്ക് നല്ലത് ചെയ്യാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. ആവശ്യത്തിന് മാത്രം ഭക്ഷിക്കുകയും അമിതമായി ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുക. ആവശ്യത്തിന് മാത്രം കോരിട്ടെടുക്കാം. മോന് നന്നാക്കി തിന്നോട്ടെ, കല്യാണത്തിന് പോയതാണ്, മോന്റെ പ്ലേറ്റിക്ക് 2-3 കോരി നന്നാക്കി തിന്നട്ടോ. ഇത് രാവിലെ ചായ അടിച്ചിട്ടൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് 2-3 കോരി. ഈ ചെക്കന്റെ ടാങ്ക് ചെറിയ ടാങ്കല്ലേ,
ചെറിയ മോനാണല്ലോ, ചെറിയ മോന്റെ ടാങ്ക് ചെറുതല്ലേ ഉണ്ടാകും. ഓരോരുത്തർക്കും ചെറിയ ചെറിയ അള്ളാഹു കൊടുക്കുന്നത് വയറ് ചെറുതാ. ചെറിയ കുട്ടികൾക്ക് ആവശ്യത്തിന് ഭക്ഷണം കൊടുക്കുക, ആവശ്യത്തിനുള്ള ഭക്ഷണം കൊടുക്കുക. ആവശ്യത്തിനേറെ പ്ലേറ്റിൽ കോരിയിടുന്ന ശീലങ്ങളെ ഒഴിവാക്കുക. തിന്നാൻ കഴിയുന്നത് കോരിയിട്ട് കൊടുക്കുക. അത് ആൺകുട്ടി ആരായാലും, നമ്മളായാലും, കുട്ടികൾക്ക് കൊടുക്കുന്നിടത്തായാലും, ആർക്ക് കൊടുക്കുന്ന, ഉസ്താദുമാർക്ക് കൊടുക്കുന്നതായാലും, ആർക്ക് കൊടുക്കുന്നതായാലും ആവശ്യത്തിനേറെ വാരിക്കൊടുക്കുന്ന ശീലങ്ങൾ ഒഴിവാക്കുക. കൂടുതൽ ഭക്ഷണം കഴിക്കുന്നവരിൽ നല്ല മനുഷ്യന്റെ ശീലമല്ല. കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് ബുദ്ധി കുറവാകാൻ സാധ്യതയുണ്ട്. അമിതമായി ഭക്ഷണം കഴിക്കുന്നവർക്ക് ബുദ്ധി കുറയും. അവനിക്ക് ബുദ്ധി കുറയും എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. സത്യവിശ്വാസികളായ ആളുകൾ പാകത്തിനെ ഭക്ഷണം കഴിക്കൂ. സത്യവിശ്വാസികൾ ആവശ്യത്തിനെ ഭക്ഷണം കഴിക്കും. അവര് പ്ലേറ്റിൽ കാണുന്നുണ്ട് വിചാരിച്ചിട്ട്, ടേബിൾ മണ്ട വിചാരിച്ചിട്ട് ഇല്ലക്കപ്പാടന്ന് കൊട്ടി അവരെ പ്ലേറ്റിൽ കൊട്ടൂല. ടേബിളിലുണ്ട് കാണുന്നുണ്ട് വിചാരിച്ചിട്ട് അക്കപ്പാടം നമുക്ക് തന്നെ കിട്ടണം. അവരും പിന്നെ മറ്റുള്ളവർ എടുക്കുക വിചാരിച്ചിട്ട് അക്കപ്പാടം ഇങ്ങോട്ട് കൗത്തൂല. പാകത്തിനിക്ക് ആവശ്യമുള്ളതേ അവരെടുക്കൂ. ഇല്ലതാകെ നമ്മളെ പ്ലേറ്റ് തന്നെ കിട്ടണം, ആ പ്ലേറ്റ് നിന്ന് നമ്മളെ പള്ളിക്ക് തന്നെ പോണം എന്ന ചിന്ത അവർക്കുണ്ടാവില്ല. വേണ്ടവരെടുത്തോട്ടെ, എനിക്ക് ആവശ്യമുള്ളത് മതി. ഇതൊക്കെ പാടൊരു പള്ളിക്ക് തന്നെയല്ലേ പോണേ. ജ്യേഷ്ഠത്തിയുടെ മകൾ 5ാമത്തെ ഗർഭിണിയാണ്. 4 പെൺകുട്ടികളാണ്. ഇനിയൊരു ആൺകുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ദ്വാരക്കണം. അള്ളാഹു ജല്ല ജലാലുഹു ഈ മഹത്തായ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ഒരു ആൺകുട്ടി അള്ളാഹു നൽകട്ടെ. നമ്മുടെ മഹത്തായ മജ്ലിസ് എല്ലാവരും ലൈക്കടിക്കും. കഴിയുന്ന ആളുകളൊക്കെ നമ്മുടെ മഹത്തായ മജ്ലിസ് ഒന്ന് ലൈക്കടിക്ക്. കഴിയുന്ന ആളുകളൊക്കെ ഒന്ന് ലൈക്കടിച്ച്. 226 ആളുകളാണ് നമ്മുടെ മജ്ലിസ് ലൈക്കടിച്ചത്. എല്ലാവരും ഒന്ന് ലൈക്കടി. ഭക്ഷണം കഴിച്ചു തീർന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവാ. എന്താ പറഞ്ഞേ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞോ എല്ലാവരും, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവാ. എല്ലാവരും പറഞ്ഞു അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവാ. ഇക്കാന്റെ കടങ്ങൾ അല്ലാഹു വീട്ടിക്കൊടുക്കട്ടെ. അല്ലാഹു ഈ ഏട്ടത്തിയുടെ മകൻ അല്ലാഹു നീ ഖൈറ് കൊടുക്കണേ, നീ സന്തോഷം നൽകണേ അല്ലാഹ്. ഇതൊക്കെ ദ്വാരിക്കുന്നവരാരാളെ? ഇതൊക്കെ ദ്വാ നമുക്ക് മനസ്സിൽ വരും എപ്പെന്നറിയോ? നമുക്കൊരു അല്ലാഹു കാക്കട്ടെ, ഒരു തുള്ളി വെള്ളം ഇറക്കാൻ കഴിയാത്ത രോഗികളെ കാണുമ്പോഴേ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും അൽഹംദുലില്ലാഹ്. ഒരു തുള്ളി വെള്ളം ഇറക്കാൻ കഴിയാത്ത ഒരു രോഗിയെ കാണുമ്പോ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും എന്റെ റബ്ബ് എത്ര പരിശുദ്ധൻ, എനിക്ക് അല്ലാഹു ജല്ല ജലാലുഹു ഈ വെള്ളം അതിൻ്റെതായ സ്ഥലത്തിലൂടെ കൃത്യമായി ഇറക്കാൻ എനിക്ക് അല്ലാഹു തൗഫീക്ക് തന്നല്ലോ, അൽഹംദുലില്ലാഹ്. നമ്മൾ അറിയാതെ പറയും ഇല്ലേ? നമ്മൾ അറിയാതെ പറയില്ലേ? ഇന്നലെ ഖത്തറിൽ ആക്സിഡന്റിൽ മരിച്ചുപോയ ഹാരിസ് എന്ന് പറയുന്ന ആള് അല്ലാഹു ഖബർ സ്വർഗം നൽകട്ടെ, അല്ലാഹു സ്വർഗം നൽകട്ടെ. സ്ഥലം വിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണം. അല്ലാഹു എല്ലാ ഖൈറിൽ അല്ലാഹു എത്തിപ്പിച്ചു കൊടുക്കട്ടെ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ ദ്വാരിക്കുന്നവരാരല്ല? അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വറസഖനി. ചുരുങ്ങിയത് അൽഹംദുലില്ലാ എന്ന് പറയുന്നവരെന്ന് കൈബന്ധിച്ച് മറക്കാതെ
അതൊന്ന് പറയുന്നവര് ബിസ്മി ചെല്ലാൻ ചിലപ്പോ മറന്നുപോകും. പക്ഷെ വയറൊന്ന് നിറഞ്ഞപ്പോ അത് മറക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നവരൊക്കെ ഒന്ന് കൈപ്പന്തിച്ച് അള്ളാഹു പറയാനോ നമുക്ക് അള്ളാഹു നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, ഈ മജ്‌ലിസ് കേൾക്കുന്ന എല്ലാവരും മാഷാ അല്ലാഹ് നിങ്ങളിങ്ങനെ പറയണം, നമ്മൾ പറയണം. അള്ളാഹു നമുക്കത് പറയാനും അള്ളാഹു മരണം വരെ നമുക്ക് ഹലാലായ ഭക്ഷണം കഴിക്കാനും അള്ളാഹു തൗഫീഖ് തരട്ടെ. ഹലാലായ രീതിയിൽ ഒരു പ്രശ്നവും ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ അള്ളാഹു മൂക്കിലൂടെയും വായിലൂടെ പൈപ്പിട്ടിട്ടൊന്നും ട്യൂബിട്ടിട്ടൊന്നും ഭക്ഷണം കഴിക്കുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മളെല്ലാവരെയും നീ രക്ഷപ്പെടുത്തി തരണേ അല്ലാ, നീ രക്ഷപ്പെടുത്തി തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നീ വലിയ സന്തോഷം റാഹത്തും നീ നൽകണേ അല്ലാ. പിന്നെ ഈ മഹത്തായ മജ്‌ലിസ് ശിഫ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എല്ലാവരോടും പറയാനുള്ളത്, നമ്മളെ കൊണ്ട് കഴിയുന്ന ആളുകളിലേക്ക് നമ്മുടെ മജ്‌ലിസ് ഒന്ന് ഫോർവേഡ് ചെയ്യുക. എല്ലാവരും നമ്മുടെ മജ്‌ലിസ് ഒന്ന് ഫോർവേഡ് ചെയ്യും. എല്ലാവരും നമ്മുടെ മജ്‌ലിസ് ഒന്ന് ഫോർവേഡ് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും എല്ലായിടത്തും അല്ലാഹു വലിയ ബർക്കത്ത് നൽകട്ടെ. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മളെല്ലാവരും ചിലപ്പോൾ, എല്ലാവരും ചില ആളുകളൊക്കെ മറന്നുപോകും. എന്നാൽ കൈ കഴുകാൻ മറക്കുന്ന സ്വഭാവം ഉണ്ടാവില്ല. ഭക്ഷണം കഴിച്ചാൽ പിന്നെ കൈ കഴുകാൻ മറക്കുന്ന ആളുകൾ ഉണ്ടാവില്ല. ഭക്ഷണം കഴിക്കുന്നത് കഴിഞ്ഞാൽ കഴി കഴുകുന്ന അത് മറക്കുന്നു ഉണ്ടാവില്ല. അത് കൃത്യമായിട്ട് നമ്മൾ കഴുകും, വായ കഴുകും. അതിന്റെ മുമ്പ് കഴുകുന്നിടത്താണ് നമുക്കിപ്പോ സംശയം. അത് മറന്നുപോകും അല്ലേ? അത് നമ്മൾ മറന്നുപോകും. അത് നമ്മളൊക്കെ മറക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഓർമ്മശക്തി അല്ലാഹു നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്, അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി അല്ലാഹു നീ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസ് കേൾക്കുന്ന എല്ലാവർക്കും നീ ഖൈറു നൽകണേ അല്ലാ, സന്തോഷം നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്ന അല്ലാഹുവേ, ഉമ്മാക്ക് നീ വലിയ ബറക്കത്ത് കൊടുക്കണേ. അവരുടെ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പൊന്നുമക്കൾക്ക് നീ ഖൈറായ മക്കളെ നൽകണേ അല്ലാ. ഭർത്താവിന്റെ പ്രയാസങ്ങളും അമ്മയുടെ പ്രയാസങ്ങളും അല്ലാഹുവേ നീക്കി കൊടുക്കണേ അല്ലാ. അവരുടെ ബിസിനസ്സിൽ വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. അവരോട് എന്നും ദുആ കൊണ്ട് കടപ്പെട്ടവരാണ്, നീ ഖൈറു നൽകണേ അല്ലാ. അല്ലാഹു നമുക്ക് ഖൈർ നൽകട്ടെ. ഇതുപോലെ വേറെ ഉസ്താദുമാരുടെ ലൈവ് ക്ലാസ് ഉണ്ട്,
ഫോൺ തുറന്ന് ഫസ്റ്റ് കിട്ടുന്നത് ലൈവിൽ പങ്കെടുക്കാൻ. അള്ളാഹു നമുക്ക് ഖൈറ് നൽകട്ടെ. എല്ലാവർക്കും ഉസ്താദ് ഏട്ടത്തിയുടെ രണ്ടാമത്തെ മകൻ പഴയ സ്കൂളിൽ കിട്ടാൻ വേണ്ടിയിട്ട് ദ്വാരക്കണം. അള്ളാഹു ഖൈറ് കൊടുക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ. നമ്മുടെ കുടുംബത്തിൽ എല്ലാവരുടെയും കുടുംബത്തിൽ അള്ളാഹു ഖൈർ അള്ളാഹു നൽകട്ടെ, സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ ഒന്ന് കരുതിക്കോ. എല്ലാവരും ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ കരുതിയോ? ഞാൻ ദുആ ചെയ്യുകയാണ്. ദലായിലുൽ ഖൈറാത്ത് കഴിഞ്ഞാൽ പിന്നെ ദ്വാരക്കാൻ സമയം ഉണ്ടാവില്ല. അതുകൊണ്ടാ പറയുന്നത്, എല്ലാവരും ഒന്ന് കരുതിയാൽ മതി. എല്ലാവരും ഒന്ന് കരുതിക്കോ. അല്ലാഹുവേ, മഹത്തായ മജ്ലിസ് ശിഫയിൽ പങ്കെടുക്കുന്ന ഉമ്മമാരുടെ സർവ്വ ആളുകളുടെയും സർവ്വ ഹലാലായ ഉദ്ദേശങ്ങളോ നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ മക്കൾ, ഭാര്യമാര്, ഭർത്താക്കന്മാര്, ഉപ്പമാര്, ഉമ്മമാര്, ബന്ധപ്പെട്ടവരാരൊക്കെ ഉണ്ടോ അവരുടെ ഖബറിലേക്ക് നിന്റെ സവാബിനെ എത്തിക്കണേ അല്ലാഹ്. ഖബർ സന്തോഷം നൽകണേ അല്ലാഹ്. ഭയങ്കരയിലുള്ള പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവിനെ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അനിയത്തിയുടെ കല്യാണം നടക്കാൻ വേണ്ടി ദ്വാരക്കണം. അല്ലാഹുവിനെ ഖൈറായ രൂപത്തിൽ നടക്കണേ അല്ലാഹ്. മുറാദുകളെ ഹാസിലാക്കണേ അല്ലാഹ്. എല്ലാവർക്കും എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെയും ഉപ്പയുടെയും സർവമാനവശമങ്ങളും നീ തീർക്കണേ അല്ലാഹ്. റബ്ബനാ ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين آمين برحمتك يا أرحم الراحمين. ഈ മഹത്തായ മജ്ലിസ് കേൾക്കുന്ന ഉമ്മമാരെ, ദലായിലുൽ ഖൈറാത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുള്ള വലിയ സ്വലാത്തും സൂറത്തുൽ മുൽക്ക് നമ്മൾ ചൊല്ലുകയാണ്, ഓതുകയാണ്, അതിലേക്ക് കിടക്കുകയാണ്. അല്ലാഹുവേ, മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന അതിന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാവർക്കും ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ഭാഗ്യം റബ്ബാകുന്ന നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, റബ്ബാകുന്ന നീ അതെനിക്കുള്ള വലിയ ഭാഗ്യം നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും ഹജ്ജും ഉംറയും ചെയ്യാനുള്ള വലിയ തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നീ തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. എല്ലാവരും അവിടെ പോയി ഹജ്ജ് ചെയ്യാനും ഉംറ. എല്ലാവരും നമ്മുടെ മജ്ലിസ് ഒന്ന് ഫോർവേഡ് ചെയ്യും. എല്ലാവരും മജ്ലിസ് ഫോർവേഡ് ചെയ്തോ. കഴിയുന്ന ദലായിലുൽ ഖൈറാത്തിലേക്ക് കടക്കുകയാണ്. ദലായിലുൽ ഖൈറാത്ത് നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മൾ ചെല്ലേണ്ട ഒരു സ്വലാത്താണ് ദലായിലുൽ ഖൈറാത്ത്. അത് ചെല്ലുകയാണ്. എല്ലാവരും പരിശുദ്ധമായ റബീഉൽ ആഖിറിന്റെ അവസാന ദിവസത്തിലാണ് നമ്മൾ ഉള്ളത്. ദലായിലുൽ ഖൈറാത്ത് നമ്മൾ ചൊല്ലിയാൽ അതിന്റെ പ്രതിഫലം അല്ലാഹു നമുക്ക് തരും. അതിന്റെ പ്രതിഫലം ദുനിയാവിലും നാളെ ആഖിറത്തിലും ആസ്വദിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ മഹത്തായ മജ്ലിസ് ശിഫയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അല്ലാഹുവേ നീ തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. മജ്ലിസ് കേൾക്കുന്ന തൗഫീഖ് താ അല്ലാഹ്. എല്ലാവരും ഒന്ന് ഫോർവേഡ് ചെയ്തോ? എല്ലാവരും ഒന്ന് ഫോർവേഡ് ചെയ്തോ ഉമ്മ. 268 ആളുകളാണ് നമ്മുടെ മജ്ലിസിൽ ലൈക്കടിച്ചത്. പോരാ, 268. എല്ലാവരും നമ്മുടെ മജ്ലിസ് ഒന്ന് ഫോർവേഡ് ചെയ്യും. എല്ലാവരും ഇവിടെ പോയി നമ്മളെ ഹസീന ചോദിക്കുന്ന എല്ലാവരും ഒന്ന് ഫോർവേഡ് ചെയ്യും. ദലായിലുൽ ഖൈറാത്ത് നമ്മുടെ മജ്ലിസിന്റെ
പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. സൂറത്തുൽ മുൽക്ക് ഓതുന്നു, എല്ലാവരും പങ്കെടുക്കുക. എനിക്ക് ഉറപ്പായി പറയാൻ കഴിയുന്ന ഒന്നാണ്, ഈ വീട് സുന്ദരമാക്കുന്നതിനേക്കാളും എനിക്ക് മഞ്ചാക്കേണ്ടത്, നിങ്ങൾക്ക് മഞ്ചാക്കേണ്ടത് നിങ്ങളുടെ ഖബറാകുന്ന വീടാകുന്നു. അത് മഞ്ചാക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ നമ്മളോട് പറഞ്ഞ സൂറത്തുൽ മുൽക്ക് നമ്മൾ പാരായണം തുടങ്ങുന്നു. അത് മഞ്ചാക്കാൻ താല്പര്യമുള്ള ആളുകൾ, നമ്മളെല്ലാവരും സ്വന്തം സ്റ്റാറ്റസും നമ്മളാൽ കഴിയുന്ന വ്യക്തികളിലേക്ക് നമ്മുടെ മജ്‌ലിസ് എത്തിച്ചു കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ ദിവസവും ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഈ ചൊവ്വാഴ്ച ദിവസവും നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഒന്ന് സ്റ്റാറ്റസ് വെക്കും, എല്ലാവരും ഫോർവേഡ് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അല്ലാഹു സന്തോഷം നൽകട്ടെ. എല്ലാവരും ചെയ്തോ? ഒന്ന് വേഗം ചെയ്ത് ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മജ്‌ലിസായി അല്ലാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر قرتين ينقلب إليك البصر خاسعا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب سعير وللذين كفروا بربهم عذاب جهنم وبئس المصير إذا ألقوا فيها سمعوا لها شهيدا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوجا سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب سعير فاعترفوا بذنبهم فسحقا لأصحاب سعير إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير وأسروا قولكم أو اجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير والذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير ولقد كذب الذين من قبلهم فكيف كان نكير أولم يروا إلى الطير فوقهم صافات ويقبلن ما يمسكهن إلا الرحمن إنه بكل شيء بصير أمن هذا الذي هو جند لكم ينصركم من دون الرحمن
إن الكافرون إلا في غرور أمن هذا الذي يرزقك من أمسك رزقا بل لجوا في عتو ونفور أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون قل هو الذي ذرأكم في الأرض وإليه تحشرون ويقولون متى هذا الوعد إن كنتم صادقين قل إنما العلم عند الله وإنما أنا نذير مبين فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون قل أرأيتم إن أهلكني الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين الله رب العالمين صدق الله مولانا العليم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين نعمة الله المجيبة كل دعوات لنا لا لنا بل سواه إنه بار العلي ربنا صلى وسلم كل هالات لنا أحمد الهادي والصحابي والوالين قد رجونا نصر والفتوح في مدينة سيما في أمرنا جائكم هذا ودوالي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ ദലായിലുൽ ഖൈറാത്ത് അല്ലാഹു മുത്തുനബിയുടെ മേലുള്ള സ്വലാത്താണ് അല്ലാഹു സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള അമല وقبولها حتما بدون تردد അല്ലാഹു
സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള ഒരു അമല് ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലാൻ പോകുന്നു. പരിശുദ്ധമായ ഈ മാസങ്ങളിൽ അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലുന്ന ഹജ്ജിന്റെ മാസങ്ങളിൽ ഞങ്ങൾ ചൊല്ലുന്ന അമല് നീ കബൂലാക്കണേ اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد من صلى عليه وصل على سيدنا محمد وعلى آل سيدنا محمد عدد من لم يصلي عليه وصل على سيدنا محمد وعلى آل سيدنا محمد كما تنبغي الصلاة عليه وصل على سيدنا محمد وعلى آل سيدنا محمد كما تجب الصلاة عليه وصل على سيدنا محمد وعلى آل سيدنا محمد كما أمرت أن يصلى عليه وصل على سيدنا محمد وعلى آل سيدنا محمد الذي نوره من نور الأنوار وأشرق بشعاع سده الأسرار. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى أهل بيته الأبرار أجمعين. اللهم صل على سيدنا محمد وعلى آله بحر أنوارك ومعدن أسرارك ولسان حجتك وعروس مملكتك وإمام حضرتك وخاتم أنبيائك صلاة تدوم بدوامك وتبقى ببقائك صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين. اللهم رب الهل والهرم ورب المشهد الهرم ورب البيت الهرم ورب الركن والمقام أبلغ لسيدنا ومولانا محمد منا السلام. اللهم صل على سيدنا ومولانا محمد سيد الأولين والآخرين. اللهم صل على سيدنا ومولانا محمد في كل وقت وحين. اللهم صل على سيدنا ومولانا محمد في العلاء الأعلى إلى يوم الدين. اللهم صل على سيدنا ومولانا محمد حتى ترث الأرض ومن عليها وأنت خير الوارثين. اللهم صل على سيدنا محمد النبي الأمي وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم إنك حميد مجيد. وبارك على سيدنا محمد النبي الأمي كما باركت على سيدنا إبراهيم إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما أحاط به علمك وجرى به قلمك وسبقت به مشيئتك وصلت عليه ملائكتك صلاة دائمة بدوامك باقية بفضلك وإحسانك إلى الأبد إلى أبد الأبد أبدا لا نهاية لأبديته ولا فناء لديموميته. اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما أحاط به علمك وأحصاه كتابك وشهدت به ملائكتك وارض عن أصحابه وارحم أمته إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى جميع أصحاب سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وبارك. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا ومولانا محمد عدد ما أحاط به علمك. اللهم صل على سيدنا ومولانا محمد عدد ما أحصاه كتابك. اللهم صل على سيدنا ومولانا محمد عدد ما نفذت به قدرتك. اللهم صل على سيدنا ومولانا محمد
عدد ما خصصته إرادتك اللهم صل على سيدنا ومولانا محمد عدد ما توجه إليه أمرك ونهيك اللهم صل على سيدنا ومولانا محمد عدد ما وسعه سماك اللهم صل على سيدنا ومولانا محمد عدد ما أحاط به بصرك اللهم صل على سيدنا ومولانا محمد عدد ما ذكره الذاكرون اللهم صل على سيدنا ومولانا محمد عدد ما غفل عن ذكره الغافلون اللهم صل على سيدنا ومولانا محمد عدد قطر الأمطار اللهم صل على سيدنا ومولانا محمد عدد أوراق الأشجار اللهم صل على سيدنا ومولانا محمد عدد دواب الكفار اللهم صل على سيدنا ومولانا محمد عدد دواب البحار اللهم صل على سيدنا ومولانا محمد عدد مياه البحار اللهم صل على سيدنا ومولانا محمد عدد ما علم عليه الليل وعلى عليه النهار اللهم صل على سيدنا ومولانا محمد بالغدو والآصال اللهم صل على سيدنا ومولانا محمد عدد الرمال اللهم صل على سيدنا ومولانا محمد عدد النساء والرجال اللهم صل على سيدنا ومولانا محمد رضاء نفسك اللهم صل على سيدنا ومولانا محمد مداد كلماتك اللهم صل على سيدنا ومولانا محمد ملء السماوات والأرض اللهم صل على سيدنا ومولانا محمد زنة عرشك اللهم صل على سيدنا ومولانا محمد عدد مخلوقاتك اللهم صل على سيدنا ومولانا محمد أفضل صلواتك اللهم صل على النبي الرحمة اللهم صل على شفيع الأمة اللهم صل على كاشف الغمة اللهم صل على مجل الظلمة اللهم صل على مولى النعمة اللهم صل على معطي الرحمة اللهم صل على صاحب الحوض المورود اللهم صل على صاحب المقام المعمود اللهم صل على صاحب اللواء المعقود اللهم صل على صاحب المكان المشهود اللهم صل على الموصوف بالكرم والجود اللهم صل على من هو في السماء محمود وفي الأرض محمد اللهم صل على صاحب الشامة اللهم صل على صاحب العلامة اللهم صل على الموصوف بالكرامة اللهم صل على المخصوص بالزعامة اللهم صل على من كان تبلغ الغماء اللهم صل على من كان يرى من خلفه كما يرى من أمامه اللهم صل على شفيع المشفع يوم القيامة اللهم صل على صاحب النراح اللهم صل على صاحب الشفاعة اللهم صل على صاحب الوسيلة اللهم صل على صاحب الفضيلة اللهم صل على صاحب الدرجة الرفيعة اللهم صل على صاحب الغراوة اللهم صل على صاحب النعلين اللهم صل على صاحب الهجاه اللهم صل على صاحب البرهان اللهم صل على صاحب السلطان اللهم صل على صاحب التاج اللهم صل على صاحب المعراج اللهم صل على صاحب القليب اللهم صل على راكب النجيب اللهم صل على راكب البراق اللهم صل على المفترق السبع الطباق اللهم صل على سفير في جميع لنا اللهم صل على من سبح في كف الدعاء اللهم صل على من بكى إليه الجزع وعنا الفراق اللهم صل على من تبسل به الطير الفلات اللهم صل على من سجادت في كفه النصار اللهم صل
على من تشفع إليه النبي بأفصح كلام اللهم صل على من كلمه اللب في مجلسه مع أصحابه الأعلى اللهم صل على البشير النذير اللهم صل على السراج المنير اللهم صل على من شكا إليه البعير اللهم صل على من تفجر من بين أصابعه الماء النمير اللهم صل على الطاهر المطهر اللهم صل على النور الأنوار اللهم صل على من شكله القمر اللهم صل على الطيب المطيب اللهم صل على الرسول المقرب اللهم صل على الفجر ساعته اللهم صل على النجم الثاقب اللهم صل على الغروة الوثقى اللهم صل على نذير أهل الأرض اللهم صل على شفيع يوم العرض اللهم صل على ساكن الناس من الهول اللهم صل على صاحب اللواء الحمد اللهم صل على المسمر عن سائد الجد اللهم صل على المستعمل في مرضاتك غاية الجهد اللهم صل على النبي الخاتم اللهم صل على الرسول الخاتم اللهم صل على المصطفى القائم اللهم صل على رسولك أبي القاسم اللهم صل على صاحب الآيات اللهم صل على صاحب الدلالات اللهم صل على صاحب الإشارات اللهم صل على صاحب الكرامات اللهم صل على صاحب العلامات اللهم صل على صاحب البينات اللهم صل على صاحب المعجزات اللهم صل على صاحب خوارق العذاب اللهم صل على من سلمت عليه الأحجار اللهم صل على من سجدت بين يديه الأسيار اللهم صل على من تفتقت من نوره الأزهار اللهم صل على من طابت ببركته الثمار اللهم صل على من حضرت من بقية وضوءه الأسنار اللهم صل على من فاضت من نوره جميع الأنوار اللهم صل على من بالصلاة عليه تحل الأوزار اللهم صل على من بالصلاة عليه تنال منازل الأبرار اللهم صل على من بالصلاة عليه يرحم الكبار والصغار اللهم صل على من بالصلاة عليه نتنعم في هذه الدار وفي تلك الدار اللهم صل على من بالصلاة عليه تنال رحمة العزيز الغفار اللهم صل على المنصور المؤيد اللهم صل على المختار الممجد اللهم صل على سيدنا ومولانا محمد اللهم صل على من كان إذا مشى في البرد الأفكر تعلقت الوحوش بأدياله اللهم صل عليه وعلى آله وأصحابه وسلم تسليما